السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله صدق الله صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله، وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: أقرب الناس إلى الله أنفعهم. صدق رسول الله صلى الله عليه وسلم: يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹാന്മാരായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല അവൻ ഖബൂൽ ചെയ്യുന്ന ആത്മീയ സംഗമമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, നാം എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്
ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് അവരുകളെയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഉസ്താദ് അവരുകൾ ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ട അവിടുത്തെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഉസ്താദ് അവരുകൾ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ബഹുമാനപ്പെട്ട സയ്യിദുന വ ശൈഖുന വ മൽജഉന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന സൗദത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം ഇൻഷാ അല്ലാഹ് ശൈഖുന ഉസ്താദ് അവരുകൾ ഔദ്യോഗികമായി ഇവിടെ നടത്തുന്നതുമാണ്. ഇപ്പോ വിനീതനായ ഞാൻ പ്രസംഗിക്കാൻ തീരെ അർഹതയില്ല. ഈ വേദിയിൽ ധാരാളം സാദാത്തുക്കളും നല്ല നല്ല ആലിമീങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഇരുത്തിയിട്ട് പ്രസംഗിക്കാൻ അർഹതയില്ല എന്നത് 100% എനിക്കറിയാം. എന്നാലും എന്റെ ദൗത്യം എന്ന നിലക്ക് ആ ദൗത്യം നിർവഹിക്കുകയാണ്. എത്ര പ്രസംഗിച്ചാലും ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ ഒന്നും നിൽക്കൂല എന്നത് എനിക്കറിയാം. നിങ്ങളെ സദസ്സ് കാണുമ്പോഴും ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ, കാരണം ഓരോ വണ്ടികൾ ഇങ്ങോട്ട് വരുമ്പോ ഓരോരുത്തന്റെ നോട്ടം അങ്ങോട്ട് പതിയുകയാണ്. കാരണം ഷെയ്ഖുന എത്തിയോ, ഷെയ്ഖുന എത്തിയോ, ഷെയ്ഖുന എത്തിയോ എന്നത്. അതിപ്പോ നിങ്ങളെ കുറിച്ച് മാത്രമല്ല, എന്റെ അവസ്ഥ അങ്ങനെ തന്നെ. ഞാനും ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഉസ്താദ് വരുന്നത് എന്ന് ചിന്തിച്ച് അവിടുന്നാണോ ഇവിടുന്നാണോ അപ്പൊ എന്ന നിലയ്ക്ക് ഞാനും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരും. ഇത് കഴിഞ്ഞ് വേറെയും ഒരുപാട് പരിപാടിയിലേക്ക് ഉസ്താദിന് പോകേണ്ടതും ആണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവിടുത്തെ തണൽ ദീർഘകാലം ആസ്വദിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ വരുന്നതിനു മുമ്പ് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി, അള്ളാഹു അദ്ദേഹത്തിനും ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാവട്ടെ. സുബഹി നിസ്കരിച്ചത് മുതൽ എനിക്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പുറപ്പെട്ടോ. സുബഹി നിസ്കരിച്ചിട്ട് എവിടെ നിന്ന് പുറപ്പെടാനാ? നമ്മൾ മൂടുബിദ്ര ദർസിൽ ഇങ്ങോട്ട് എത്തിക്കിട്ടാൻ ഏകദേശം 2.5 മണിക്കൂർ മതി. പിന്നെ മഗ്രിബിന് ശേഷമുള്ള പരിപാടിക്ക് സുബഹി നിസ്കരിച്ച ഉടനെ എന്തിനാ പുറപ്പെടേണ്ട ആവശ്യം? എന്നാലും ഈ പരിപാടി ഭംഗിയായി നടത്തിക്കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമാണ്. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോ എത്താലോ, ഷെയ്ഖുന ഏത് സമയത്താണ് വരിക? അപ്പൊ എന്നോട് പറഞ്ഞു, അസറിന് മുമ്പ് തന്നെ മഹാന്മാരായ സാദാത്തുക്കൾ ഔദ്യോഗികമായി ആലിമീങ്ങൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് എത്തൂലേ? പിന്നെ അടുത്ത ചോദ്യം എങ്ങനെയായി? പുറപ്പെട്ടോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചഭക്ഷണത്തിന് എത്തൂലേ എന്നാ പിന്നത്തെ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, രാത്രിത്തെ ഭക്ഷണത്തിന് നോക്കാം ഇൻഷാ അല്ലാഹ്, ഉച്ചത്തെ ഭക്ഷണത്തിന് ഏതായാലും ഞാൻ കഴിച്ചിട്ടേ വരൂ എന്നും പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ വരുന്ന വഴിയിലൊക്കെ നമ്മൾ ദർസിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നത് വരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തേ? കാരണം ഉസ്താദ് അവരുകൾ ഏത് സമയത്ത് എത്തും? ഇവിടെ പ്രസംഗിക്കാൻ ആളുകളില്ലാഞ്ഞിട്ടല്ല, സുബ്ഹാനല്ലാഹ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ നല്ല ഇൽമുകളുള്ള, അതുപോലെ തന്നെ പ്രസംഗിക്കാനും കഴിവുള്ള ധാരാളം മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഇരിക്കുന്ന വേദിയാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. പക്ഷെ എന്നാലും അങ്ങനെയാണല്ലോ, ക്ഷണിക്കുമ്പോ ക്ഷണിക്കപ്പെട്ടയാൾ നേരത്തെ തന്നെ എത്തണമെന്നാണ് ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ വിളിക്കാൻ തുടങ്ങി, നിരന്തരം വിളിച്ചു. അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് കുറെ നേരമൊന്നും പ്രസംഗിക്കൂല, അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഷെയ്ഖുന ഉസ്താദ് അവരുകൾ വരുന്നു എന്ന സൂചന കണ്ടപ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് മൈക്കും കൈകാര്യം ചെയ്യേണ്ടവരൊക്കെ മൈക്ക് കൈകാര്യം ചെയ്യും എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓരോ തിരക്കുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഈ തിരക്കുള്ള സമയത്ത് പോലും എല്ലാ തിരക്കുകൾ മാറ്റിവെച്ച് ഇങ്ങോട്ട് വരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് താജുൽ ഉലമയുടെ പേരിലുള്ള സൗദം, അതിവിടെ തറക്കല്ലിടപ്പെടുന്നു എന്നതാണെങ്കിലും അതുകൊണ്ടൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ മഹാന്മാരായ സാദാത്തുക്കളെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, മുതഅല്ലിമീങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്താണ്? ഈ സാദാത്തുക്കളിൽ നിന്നും ആലിമീങ്ങളിൽ നിന്നും ഭൗതികമായ നേട്ടം ലഭിക്കുന്നുണ്ടോ ഇല്ലേ, അത് വിഷയം വേറെ. ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. എല്ലാവരുടെയും ലക്ഷ്യം
ആ മഹാന്മാരുടെ പിന്നിൽ അണിനിരന്നതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. കാരണം ഒരാൾ ജീവിക്കുന്ന കാലത്ത് മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് മാത്രം മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിച്ചു കൊള്ളണം എന്നില്ല. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. തലകെട്ട് കെട്ടിയതിനും അതിന് അടയാളമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കും എന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നതാണ്. കാരണം പല മഹാന്മാരും അവർ ജീവിച്ചിരിപ്പുള്ള സമയത്ത് മഹാന്മാരായിരുന്നുവെങ്കിലും അവരുടെ ആ മഹാന്മാർ എന്ന കാറ്റഗറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവർ മരിച്ചതിന്റെ ചരിത്രങ്ങൾ ധാരാളം ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആരാണ് റാസി ഇമാം? റാസി ഇമാം വലിയ അഡ്വക്കേറ്റ് ആയിരുന്നു. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറമാണ്. ഇവിടെ നേരത്തെ ആശംസ പ്രഭാഷണം ചെറിയ സമയത്തിന്റെ ഉള്ളിൽ വളരെ ഭംഗിയായ നിലക്ക് പ്രഭാഷണം നടത്തിയ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇമാം റാസി റളിയല്ലാഹു അൻഹു കേവലം ഒരു അഡ്വക്കേറ്റ് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ജഡ്ജ് മാത്രമായിരുന്നില്ല. ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും അറിയാം, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീർ എടുത്തു നോക്കിയാൽ ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന് വിവിധ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകിയതിനു ശേഷം എന്ന് പറഞ്ഞ് ലോജിക് ശാസ്ത്രത്തെ കുറിച്ചും ആ ലോജിക് ശാസ്ത്രം മുഖേന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് വ്യാഖ്യാനം നൽകുന്നത് കാണാൻ കഴിയും. അത് കേവലം ലോജിക് ശാസ്ത്രങ്ങളിലൂടെ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അത് സ്വീകാര്യവുമല്ല. അത് പറയുന്നത് റാസി ഇമാമാണ്. ഖുർആനിന് ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ വിവരിച്ചതിന് ശേഷം പിന്നീടാണ് ലോജിക് അനുസരിച്ചുകൊണ്ട് മഹാനവറുകൾ വ്യാഖ്യാനിക്കുന്നത്. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആ റാസി ഇമാം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്, എല്ലാവർക്കും അറിയാം. ആ റാസി ഇമാം വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളുടെ കാലൊന്ന് ചലിപ്പിച്ചു. നിസ്കരിക്കുന്ന സമയത്ത് കാലൊന്ന് കുടഞ്ഞു. പരിസരത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, അല്ല ഇബ്നുൽ അറബി തങ്ങളെ, നിങ്ങൾ വലിയ മഹാനാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാല് കുടഞ്ഞത്, കാല് ചലിപ്പിച്ചത് ഞങ്ങൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടയാൻ പാടില്ലല്ലോ. പിന്നെ ഇത്രയും വലിയ ഇൽമുള്ള നിങ്ങൾ എന്തേ നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടഞ്ഞത്? അതിന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടയാൻ പാടില്ല, അല്ലെങ്കിൽ ചലിപ്പിക്കാൻ പാടില്ല. അത് ചലിപ്പിക്കുന്ന വിധത്തിൽ ചലിപ്പിച്ച നിസ്കാരം ബാത്തിലാകുകയും ചെയ്യും എന്നൊക്കെ എനിക്കറിയാം, മസ്അല അറിയാഞ്ഞിട്ടല്ല. അതേ സമയത്ത് ഞാൻ ചലിപ്പിക്കാൻ കാരണം എന്താണ്? കാരണം ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവിടെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്താകാൻ കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഈമാനിന്റെ വെളിച്ചത്തെ ഊരിക്കളയാൻ ഇബ്ലീസ് റാസി ഇമാമിന്റെ ചാരത്ത് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ റാസി ഇമാമിന്റെ ഈമാൻ ഊരിക്കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവിടുന്ന് എന്റെ കാല് കുടഞ്ഞതാണ്. ഞാൻ എന്റെ കാല് കുടഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടുന്ന് എണീറ്റ് പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? നിസ്കാരത്തിന് കുറവുണ്ടോ? ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? ഇബാദത്തിന് കുറവുണ്ടോ? ലോകത്ത് ഇന്ന് നിലവിലുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ 30-ൽ പരം വരുന്ന വാല്യങ്ങളുള്ള തഫ്സീർ ഗ്രന്ഥം രചിച്ച മഹാനാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ആ റാസി ഇമാമിന്റെ ഈമാൻ ഊരിക്കളയാൻ ഇബ്ലീസ് ശ്രമിച്ചു എങ്കിൽ പിന്നെ ഒന്നിനും എത്താത്ത നമ്മെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ?
അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്, ആ ഈമാൻ കിട്ടി മരിക്കുക എന്നത് അതൊരു ചില്ലറ കാര്യം അല്ല. ഈമാൻ കിട്ടി മരിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന മനുഷ്യന്റെ വലഭാഗത്തും ഇടഭാഗത്തും ഇബ്ലീസ് വിവിധ രൂപങ്ങളിലായി വരും എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറത്തുൽ ഖുർത്തുബി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മെല്ലാവരും കാത്തിരിക്കുന്ന ആദരണീയരായ ശൈഖുന ഉസ്താദ് അവர்கள் നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. من ثنيات الوداع وجب الشكر علينا ما دعا لله دعا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ബിവന്യരായ ശൈഖുന സുൽത്താൻ ഉലമ സയ്യിദ് ബാഹസൻ പഞ്ചിക്കല്ലാറ്റ കോയത്തങ്ങൾ SY സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, സയ്യിദ് മുനീർ അഹിദൽ ഹിമമി സഖാഫി തങ്ങൾ ഉസ്താദ്, സി അബ്ദുള്ള ഉസ്താദ് അടക്കമുള്ള വലിയ നേതൃത്വം നമ്മുടെ മഹത്തായ സദസ്സിനെ ധന്യമാക്കി നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്യരായ സാദാത്തുക്കളെ, അഭിവന്യരായ കാന്തപുരം ഉസ്താദ്, മറ്റ് സന്നിഹിതരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സഹോദര സഹോദരിമാരെ, വളരെ ദീർഘകാലമായി ഈ പ്രദേശത്തുകാർ 1971 404 നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സമസ്ത കേരള സുന്നി വചന സംഘത്തിൻ്റെ ശാഖാ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ 1976 മുതൽ SSF ശാഖാ കമ്മിറ്റിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ശാഖാ കമ്മിറ്റിയും വളരെ നല്ല നിലയിൽ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ 3 സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന താജുൽ ഉലമ സ്മാരക സ്വാന്തന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട വന്യരായ കാന്തപുരം ഉസ്താദിന്റെ തന്നെ കൈകൊണ്ടായിരിക്കണമെന്നുള്ളത് ഈ നാട്ടുകാരുടെ വളരെയധികം അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊട്ട ഒരു കാര്യവും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്നുള്ള ആ ഒരു പരിവർത്തനത്തിലേക്ക് മഹാനായ ഉസ്താദ് അവറുകൾ കൈവച്ച എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ മേഖലയും, സംഘടനയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങളാണെങ്കിലും സാന്ത്വന മേഖലയാണെങ്കിലും തുടങ്ങി എല്ലാ നിലയിലും, അതുപോലെ തന്നെ ഇസ്ലാമിക മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തൊട്ടതൊക്കെ പൊന്നാക്കിയ മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ വരികയും നമ്മുടെ ഈ പരിപാടിക്ക്, ഈ സാന്ത്വന കേന്ദ്രത്തിന് ശിലാപാകുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്നുള്ളതും ഈ പ്രദേശത്തുള്ളയും പരിസരങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് അതൊരു ആശാ കേന്ദ്രമായി മാറുമെന്നുള്ളത് കൊണ്ട് മഹാനവറുകളെ പരമാവശ്യമായി വളരെ നേരത്തെ പരിചയമുള്ള അബ്ദുറഹ്മാൻ ഹാജി അടക്കമുള്ള പലരും പോയി ക്ഷണിച്ച് ഇന്ന് ഇവിടെ വരാൻ വേണ്ടി ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാ, ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് തന്നെയാണ്, അതൊരു ആലങ്കാരികമല്ല, ഈ പ്രായാധിക്യത്തിലും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തന ബാഹുല്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സമയം കണ്ടെത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. ഈ പ്രദേശത്തിന്റെ നന്ദി മഹാനവറുകൾക്ക് അല്ലാഹു തആല
ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്നുള്ള ദുആയിൽ ഒതുക്കുകയാണ്. വളരെ നീട്ടി പ്രസംഗിക്കുന്നില്ല. മഹാനായ ഖമറുല്ലഹെ ലാറായിൻ കമൻ സമിയ, കണ്ടവര് കേട്ടവരെ പോലെ അല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ ഇവിടെ എത്തിയത് കൊണ്ട് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ലോക വ്യാപകമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനവുമായി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അത്താണിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ താജുൽ ഉലമ സുൽത്താനുൽ ഉലമ ഇവിടെ എത്തിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഒരു സപ്ലിമെന്റ് ഈ പരിപാടിയോടനുബന്ധിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആദ്യം പ്രകാശനം ചെയ്യുന്നുണ്ട്. ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാഹസൻ, അതുപോലെ ജനറൽ സെക്രട്ടറി പാത്തോർ മുഹമ്മദ് മുസ്ലി സക്കാഫി, ട്രഷറർ ബഷീർ പുളിക്കൂർ തുടങ്ങിയവരെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട വന്യരാ ഉസ്താദ് അവർകൾ മണ്ടമ അബ്ബാസ് സക്കാഫി അവർക്ക് നൽകിക്കൊണ്ട് സപ്ലിമെന്റ് സദസ്സിൽ സന്നിഹിതരായ ധാരാളം പണ്ഡിതന്മാർ, സാദാത്തുക്കള്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, കണ്ണവൻ തങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് PS ആറ്റക്കോയ തങ്ങൾ തുടങ്ങിയുള്ള അതുപോലെ പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ എല്ലാവരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇവിടെ താജുൽ ഉലമ സ്വാന്തന കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. എല്ലാവരും സദസ്സിലിരിക്കുക. അയ്യുഹസ് സാദാത്തുൽ കിറാം വൽ ഉലമാ വസ്സാമിയൂൻ യജ്രി الآن بمشيئة الله تأسيس لمركز جمعية التعاون على اسم تاج العلماء. ولتنفيذ هذا يتشرف أمين العام لجمعية علماء السنيين الهند وأبو الأيتام وخادم الآثار النبوية الشريفة الشيخ أبو بكر أحمد، هو يضع الحجر الأساس بيده المشرف. فليتفضل يا شيخنا إلى هذه. الله أكبر، الله أكبر، الله أكبر ولله الحمد. अजीज़ान मिल्लत इस्लाम, अब इस स्टेज पर अल्लामा शेख अबू बकर साहब इस्लाम और इत्तिहाद मिल्लत के ताल्लुक से एक इम्तियाजी हासिल है। आज रियासत केरला दीगर रियासतों के बामुकाबिल दीनी ताल्लुम व तालीम और मजहबी मुआमलात को लेकर काफ़ी हसास है। हिंदुस्तान के एक मरकजी इदारा की सरबराहत के अलावा मुल्की व गैर मुल्की सतह पर मिल्लत की बुलंद फरमा रहे हैं और इस खुशी नफ्सी के सबब उन्हें अबुल ऐताम की लक़ब से बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन व सहबिहि अजमईन अम्मा बअदु। പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യം 9 മണിക്ക് കുംബൂൽ ഉറൂസിൻ്റെ പ്രസംഗം തുടങ്ങണം. 10:30 മണിക്ക് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇന്ന് രാവിലെ മർക്കസിൽ നിന്ന് പുറപ്പെട്ട് ഇതുവരെ പരിപാടികൾ തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതിലും അധികം ദൂരവും പ്രയാസവുമുള്ള യാത്രയായതുകൊണ്ട് ഇവിടെ എത്താൻ താമസിച്ചു. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ കുംബൂൽ ഉറൂസിൻ്റെ പ്രസംഗം കേൾക്കാൻ എൻ്റെ പിന്നാലെ വരാം. നമുക്കെല്ലാവർക്കും അവിടുന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. താജുൽ ഉലമയുടെ പേരിൽ ഇങ്ങനൊരു സ്വാന്തന പ്രവർത്തനം തുടങ്ങുന്നതിന് പല കാരണങ്ങളുമുണ്ട്.
താജുൽ ഉലമയെ പോലെ ധീരതയുള്ള ഒരു ഉറച്ച പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പലരും താജുൽ ഉലമയെ ആക്ഷേപിക്കുന്നു, എന്നെ ആക്ഷേപിക്കുന്നു, മറ്റു പലരെയും ആക്ഷേപിക്കുന്നു. ഈ ആക്ഷേപം തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വളരെ കട്ടിയായി സംസാരിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇവിടെ നിലനിർത്തണം എന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തത് മുതൽക്കാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരിപാടികൾ നടക്കുന്ന മാസമാണല്ലോ. ലോകത്തെല്ലായിടത്തും ഈ റബീഉൽ ആഖിർ മാസത്തിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ അനുസ്മരണം നടക്കും. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാരണം കുമ്പൂൽ നടക്കുന്ന പ്രസംഗത്തിൽ ഞാൻ കേൾപ്പിച്ചു തരും. ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ലോകം മുഴുക്കെ പാടിപ്പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന പ്രശസ്തി ആർജിച്ച ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ജനങ്ങൾക്കിടയിൽ ഒരാക്ഷേപവും ഉണ്ടായിരുന്നില്ല. ആരും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്തിരുന്നില്ല. 40 നൂറ്റാണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയൊന്ന രേഖൽ കേട്ടാരെ ഇരുന്നോവർ, 40 കൊല്ലം ജനങ്ങളുടെ ഇടയിൽ തർബിയത്തിന് വേണ്ടി ചുറ്റി നടക്കുകയും ഇബാദത്തിൽ മുഴുകുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ അവർക്ക് ശത്രുക്കൾ കാര്യമായി ആരുമുണ്ടായിരുന്നില്ല. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി ഇരുന്നിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പനയായി. ഒരു ദിവസം ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഒരു റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു, മലന്ന് കിടന്നിട്ട് അട്ടഹാച്ച് കരയുന്നു. ശരീരമൊട്ടാകെ വികൃതമായിരിക്കുന്നു, നിറം മാറിയിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, ഒട്ടിരിക്കുന്നു, എഴുന്നേൽക്കാൻ കഴിയാത്ത അത്രയും മോശമായ ഒരാൾ ഇങ്ങനെ അട്ടഹാച്ച് കരയുന്നു. ഗൗസുൽ ആലമിനെ കണ്ടപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് മാടി വിളിച്ച് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്ന് അപ്പോൾ പിന്നെയും പറഞ്ഞു ഒതുനു ഒന്നുകൂടി അടുത്ത് വാ. അടുത്ത് ചെന്നപ്പോൾ മെല്ലെ എങ്ങനെയോ കൈയിൻ്റെ വിരലൊന്ന് ചൂണ്ടി മേലോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഗൗസുൽ ആലം ആ വിരൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് കരക്കിട്ട്. എവിടെ? ഈ ഓവുചാലിൽ നിന്നിട്ട് റോട്ടുമേൽക്കിട്ട് കരയിലിട്ട്. ഇട്ട് നോക്കുമ്പോൾ പിന്നെ ഒരു സൂക്കേടുമില്ല. നല്ല ഒരു സുമുഖനായ മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ആരാണ് നീ? അപ്പോൾ പറഞ്ഞത് അനദ്ദീൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദീനാണ്. ദീൻ ഖറാബാക്കി കളഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ബിദ്അത്തുകാർ. എന്നെ നീ ആദ്യം കണ്ടപ്പോൾ ഉള്ളതുപോലെ ദീൻ ഒട്ടാകെ കിക്കാൻ തൂക്കമായി വീണ് മുറിവ് പറ്റി, ഈ ചതവ് പറ്റി വിഷമമായി നിൽക്കുകയാണ്. ഇപ്പം നീ എന്നെ പിടിച്ച് കൈവലിച്ചപ്പോൾ എൻ്റെ ആരോഗ്യം ശരിയായതുപോലെ നീ അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തണം. സമ്മാഖല്ലാഹു മുഹയ്യിദ്ദീൻ, മുഹയ്യിദ്ദീൻ എന്ന് നിങ്ങൾക്ക് അല്ലാഹു പേര് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബിദ്അത്തുകാരോട് ശക്തമായി എതിർത്ത് കിതാബുൽ ഗുന്യത്ത് ലി താലിബി തരീഖുൽ ഹഖ് എന്ന ഗ്രന്ഥം എഴുതി. വേറെയും പല കിതാബുകളും എഴുതി. ആ കിതാബിൽ
ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്ന വൽ ജമാഅ. മുഅ്മിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്ന് ശക്തമായി പറയുകയും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്കും എതിരാളികൾ ഉണ്ടായത്. അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ആരും ഒക്കെ തകർക്കാൻ നോക്കിയപ്പോൾ, അതിൻ്റെ ആശയ ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇല്ല ഇല്ല അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ മഹാനാണ് താജുൽ ഉലമ. അതുകൊണ്ടാണ് അവിടുത്തെ പേരിൽ ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം ഞാൻ പറയേണ്ടതില്ല. എല്ലാ ആളുകൾക്കും സഹായവും സഹകരണവും ചെയ്തു കൊടുക്കാനുള്ള ഒരു കേന്ദ്രം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സ് വലിയ സദസ്സാണ്. നല്ല സയ്യിദന്മാർ ധാരാളമുണ്ട്, ആലിമീങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പെട്ടെന്ന് പോയാലും നിങ്ങൾ വയത് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മണ്ടണമെന്നില്ല. ഞാനൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ വയത് തുടങ്ങുള്ളൂല്ലോ. അപ്പോഴേക്ക് കൊമ്പൂലേക്ക് എത്തിയാൽ അതുവരെ ഇവിടുത്തെ പ്രസംഗമൊക്കെ കേട്ട് ഈ സാധുക്കളായ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയൊരു പരിപാടിയല്ലേ. ഈ പരിപാടി ഒന്ന് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം സദസ്യർ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയെ ഒന്നരായ കാന്തപുരം ഉസ്താദ് അവറുകൾ ഷാൾ എണീക്കുന്നു. ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാസൻ അവറുകളെയും ബഹുമാനപ്പെട്ടവർ ഷാൾ അണിയിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജില്ലാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട പാത്തൂർ മുഹമ്മദ് സഖാഫി അവറുകളെ ബഹുമാനപ്പെട്ട PS ആറ്റക്കോയ തങ്ങൾ ട്രഷറർ ബഷീർ പുളിക്കൂർ അവറുകളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഷാൾ അണിയിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേരള മുസ്ലിം ജമാഅത്ത് ചെടക്കാൽ യൂണിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട കളസ സഖാഫി അവറുകൾ പ്രഗത്ഭനായ കേരളത്തിലും കർണാടകയിലെ ഇളക്കി മറിച്ച പ്രഭാഷകൻ, വിവിധ ഭാഷകളിൽ പ്രസംഗിക്കാൻ കഴിവുള്ള മഹാനായ സഖാഫി അവറുകൾ ഇവിടെ പ്രഭാഷണം തുടരുന്നു. എല്ലാവരും ആ പ്രഭാഷണം കഴിഞ്ഞ് മാത്രമേ ഇവിടുന്ന് ഇറങ്ങാവൂ എന്ന് അറിയിക്കുന്നു. ഉസ്താദിന് വേണ്ടി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമുക്ക് വേണ്ടപ്പെട്ട വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി ദീർഘകാലം അവിടുത്തെ തണൽ അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉസ്താദ് അവറുകൾക്ക് ഹിമ്മത്ത് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ കുമ്പോളിൽ പോയി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പായി ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ പോയി ഉസ്താദിന്റെ വിശാലമായ പ്രഭാഷണം ശ്രവിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, അപ്പൊ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. ആ ഈമാൻ കിട്ടണമെങ്കിൽ കേവലം നിസ്കരിച്ചതുകൊണ്ട് മാത്രം ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇബാദത്താണെന്ന് തോന്നുന്നതിനെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നതില്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു ബഹുമാനിച്ചവർ ആരാണ്? മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയായ സാദാത്തുക്കളും. ആ സാദാത്തുക്കളെ കൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തന ഗോതയിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള മഹാന്മാരായ ആലിമീങ്ങൾ. ആ മഹാന്മാര് മുഴുവനും
അള്ളാഹു പ്രത്യേകം പരിഗണിച്ചവരാണ് എന്നതിന് കൂടുതലൊന്നും തെളിവുകൾ പറയേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഉസ്താദ് അവറുകളുടെ സാന്നിധ്യത്തിൽ ഉസ്താദിനെ കുറിച്ച് പറയാൻ അർഹതയും അല്ലെങ്കിൽ പറയാനുള്ള കഴിവും ഇല്ലാത്തത് കൊണ്ടാണ് ആദരണീയരായ ഉസ്താദ് അവറുകൾ വേദിയിൽ എത്തിയ ഉടനെ വിനീതനായ ഞാൻ സംസാരം നിർത്തിയത്. ഞാൻ പറഞ്ഞു വന്നത്, ശൈഖുന ഉസ്താദ് അവറുകൾ, നിങ്ങളൊന്ന് ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എന്താണ്? അഖറബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ ആരാണ്? 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് നോൽക്കുന്നവനാണ് ജനങ്ങളിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. അല്ലാഹുവിലേക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്തവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത്, അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് ആരാണ്? അവരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മഹാന്മാരായ നേതൃത്വം, ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുന പസോട്ട് തങ്ങൾ അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, ശൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സമുന്നതരായ മഹാന്മാരായ നേതൃത്വം, ആ നേതൃത്വത്തെ കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഉപകാരം അത് ചെറുതൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ഈ ചെടേക്കൽ എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ സാന്ത്വന കേന്ദ്രത്തിന് തറക്കൽ ഇടുകയുണ്ടായി. കേവലം ചെടേക്കൽ എന്ന പ്രദേശത്ത് മാത്രമല്ല, ഒരുപാട് പ്രദേശങ്ങളിൽ താജുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സാന്ത്വന കേന്ദ്ര നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിക്കുകയും തുടർന്ന് അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? മഹാനായ താജുൽ ഉലമയെ അതിലൂടെ നാം അനുസ്മരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ മാസം ഖുത്ബുർ റബ്ബാനി വൽ ഗൗത്തുസ് സമദാനി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ അനുസ്മരിക്കുന്ന മാസമാണ്. എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? താജുൽ ഉലമയെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? നൂറുൽ ഉലമയെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? ചിലരുടെ ചോദ്യം അതാണ്, അവരെല്ലാം വ്യക്തികളാണല്ലോ, പിന്നെ എന്തിനാണ് അവരെ അനുസ്മരിക്കേണ്ട ആവശ്യം എന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ മഹാന്മാരെ അനുസ്മരിച്ചത് കൊണ്ട് അതിന്റെ ഗുണം കിട്ടുന്നത് അനുസ്മരിക്കുന്ന നമുക്കാണ്. സഹോദരന്മാരെ, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു, ആ ശാഫഈ ഇമാമിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മദ്ഹബിന്റെ ഇമാമാണ് ആ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ പാണ്ഡിത്യം എത്രയാണ്? മദ്ഹബിന്റെ ഇമാമാണ്. ആ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേറെയൊരു മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹാ. ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ജീവിക്കുന്ന കാലത്ത് ജീവിച്ച മഹാനാണ് ശാഫഈ ഇമാം. ആ ശാഫഈ ഇമാം ജീവിക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ ഇടക്കിടക്ക് നഫീസ ബീവിയുടെ ചാരത്തേക്ക് പറഞ്ഞേക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നത്? ഉസ്താദായ ശാഫഈ ഇമാം രോഗശയ്യയിൽ കിടത്തത്തിലാണ്. ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നഫീസ ബീവിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണോ? ആ നീയത്തിലാണ് ഇടക്കിടക്ക് ശാഫഈ ഇമാം, ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരെ നഫീസ ബീവിയുടെ അടുത്തേക്ക് ദുആ ചെയ്യിപ്പിക്കാനായി പറഞ്ഞയക്കുന്നത്. അങ്ങനെ പല തവണങ്ങളാടി പോയി. അപ്പോഴൊക്കെ അല്ലാഹു സുഖപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തു. അതേ സമയത്ത് ഇടയ്ക്ക് ഒരു തവണ പോയപ്പോ ശാഫഈ ഇമാമിന്റെ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം നഫീസ ബീവി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്, മത്തഅഹുല്ലാഹു ബിന്നദരി ഇലാ വജ്ഹിൽ കരീം. ശാഫഈ ഇമാമിനിക്ക്
അല്ലാഹുവിനെ കാണാൻ അല്ലാഹു അവസരം തരട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും വിഷമമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ വന്നു പോയത് കൊണ്ട് ഞാൻ പറയാണ്, ഈ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റ്, നല്ല ബറക്കത്തിന്റെ സദസ്സാണ്. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറിന്റെ ഉള്ളിൽ ഞാനൊരു സംസാരം നിർത്തും. നമുക്കൊക്കെ കുമ്പോളിലേക്ക് ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക. താജുൽ ഉലമനെ സ്മരിച്ചുകൊണ്ടുള്ള വേദിയാണല്ലോ. ഇൻഷാ അല്ലാഹ് വൈകാതെ ഞാൻ എൻ്റെ സംസാരം നിർത്തും. അതുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കസേര വാടകക്കുള്ളതാണ്, സൗജന്യമല്ല. ഇരുന്നാൽ നിങ്ങൾക്കും കൂലിയാണ്, സംഘടിപ്പിച്ചവർക്ക് കൂലിയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഞാൻ എൻ്റെ സംസാരം നിർത്തും. ഞാൻ പറഞ്ഞു വന്നത് അവസാനം നഫീസ ബീവി ഒരൊറ്റ ദുആയാണ്. ആ ദുആ എന്താണെന്നറിയോ? അല്ലാഹു തആല ശാഫിഈ ഇമാമിനിക്ക് അല്ലാഹുവിനെ കാണാൻ അവസരം നൽകട്ടെ. ഈ ദുആയുടെ ശിഷ്യന്മാര് ശാഫിഈ ഇമാമിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, നഫീസ ബീവിയോട് അങ്ങയുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നഫീസ ബീവി ദുആ ചെയ്തത് ഇങ്ങനെയാണ്. ആ സമയത്ത് ശാഫിഈ ഇമാമിന് മനസ്സിലായി, ഇത് ഞാൻ മരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നതിനുള്ള സൂചനയാണെന്ന് മനസ്സിലായി. ശാഫിഈ ഇമാം അവിടുന്നതാ മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ആ വഫാത്താകുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? താജുൽ ഉലമ വഫാത്തായി. ആ താജുൽ ഉലമയുടെ പേരിൽ എന്തിനാണ് സാന്ത്വന കേന്ദ്രം നിർമ്മിക്കേണ്ട ആവശ്യം? ഇനി നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ നിർമ്മിച്ചാൽ പോരെ, അല്ലെങ്കിൽ നാട്ടിന്റെ പേരിൽ നിർമ്മിച്ചാൽ പോരെ? താജുൽ ഉലമ എന്ന വ്യക്തിയുടെ പേരിൽ നിർമ്മിക്കേണ്ട ആവശ്യം എന്താണ് എന്നാർക്കെങ്കിലും ഒരു പക്ഷേ ചെറിയ ഒരു സംശയമുണ്ടായാൽ അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ഈ സംഭവം പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ച് വസിയത്ത് നടത്തുകയാണ്. ഓ ശിഷ്യന്മാരെ, ഞാനെങ്കാലും വഫാത്തായാൽ എന്റെ മേലെ പുരുഷന്മാര് മയ്യിത്ത് നിസ്കരിച്ചതിന് ശേഷം, ശരിക്കും ശ്രദ്ധിക്കണേ, പുരുഷന്മാര് എന്റെ മേലെ മയ്യിത്ത് നിസ്കരിച്ചതിന് ശേഷം ബീവി നഫീസ റളിയല്ലാഹു അൻഹക്ക് എന്റെ മേലെ മയ്യിത്ത് നിസ്കരിക്കാൻ അവസരം നൽകണം കേട്ടോ. ഇവിടെ ഞാൻ ഇടയ്ക്കൊരു മസ്അല സൂചിപ്പിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ചില പുത്തൻവാദികൾക്കൊരു സ്വഭാവമുണ്ട്. സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകും. പുരുഷന്മാര് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകും. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, അവിടെ മയ്യിത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് പഠിപ്പിച്ചതെന്താണ്? പുരുഷന്മാര് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിച്ചാലോ അതൊരു ഫാസിദത്തായ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു ഇബാദത്താണ്. ഫാസിദത്തായ ഇബാദത്തുമായി ബന്ധപ്പെടലോ അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് മസ്അല പറഞ്ഞു, പുരുഷന്മാര് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് പകരം സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിച്ചാലോ ആ നിസ്കാരം ഹറാമാണ് കേട്ടോ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് പുരുഷന്മാര് മയ്യിത്ത് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിച്ചതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ പറയുന്നു, അത് സുന്നത്തായി സംഭവിക്കും. നിസ്കരിക്കൽ സുന്നത്താണോ അല്ലേ അത് വേറെ ചർച്ചയാണ്. അതേ സമയത്ത് അങ്ങനെ നിസ്കരിച്ചാലോ അത് സുന്നത്തായി സംഭവിക്കും. ഇവിടെ ബീബി നഫീസ റളിയല്ലാഹു അൻഹാ ശാഫിഈ ഇമാമിന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാനുള്ള അവസരം ബീവിക്ക് നൽകണമെന്ന് ശാഫിഈ ഇമാം വഫാത്താകുന്ന സമയത്ത് വസിയത്ത് നടത്തിയല്ലോ. അതെന്താണ് കാരണം? നിങ്ങൾ ആലോചിക്കണം. ഓ ചെടേക്കൽ പരിസരങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ 2 കൊല്ലത്തിനു മുമ്പ് ഒരു റബീഉൽ ആഖിറിന്റെ 1-ാമത്തെ ദിവസം എട്ടിക്കുളത്ത് വെച്ച് താജുൽ ഉലമ വഫാത്തായപ്പോ ആ താജുൽ ഉലമയെ കാണാനും താജുൽ ഉലമയുടെ ജനാസ നിസ്കരിക്കാനും അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, എത്ര കിലോമീറ്റർ അകലെയാണ് ഓരോരുത്തരും നടന്നു നീങ്ങിയത്. ആ നടന്നു നീങ്ങുന്ന സമയത്ത് ദാഹം അനുഭവിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതാരാണ്? അവിടെയുള്ള അവിശ്വാസികളാണ്. കാരണം അവിടെയുള്ള ഹിന്ദുക്കൾക്കറിയാം ആരാണ് താജുൽ ഉലമ. അവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്ത അവിശ്വാസികൾക്കറിയാം ആരാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമയെ ഒരു നോക്ക് നോക്കാൻ, താജുൽ ഉലമയുടെ മേലും ജനാസ നിസ്കരിക്കാൻ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അങ്ങോട്ട് എത്തുമ്പോ ദാഹം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു കോപ്പ നാരങ്ങ വെള്ളം കൊടുത്തതാരാണ്? അവിടെയുള്ള അവിശ്വാസികളാണ് കേട്ടോ. അതെന്തേ കാരണം? കാരണം താജുൽ ഉലമ വഫാത്തായപ്പോ താജുൽ ഉലമയുടെ പവർ നാട്ടുകാരെ മനസ്സിലാക്കി പോയി. നിങ്ങൾ ആലോചിക്കണം, വിശാലമായ മൈതാനിയിൽ 14 തവണ ജനാസ നിസ്കാരം ഔദ്യോഗികം നടന്നു. മറഞ്ഞ മയ്യത്തിന്റെ മേലെ എത്ര സ്ഥലങ്ങളിലാണ് നിസ്കാരം നടന്നത്? മക്കയിലെ ഹറമിൽ വരെ നടന്നില്ലേ? മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വരെ നടന്നില്ലേ? അതേ സമയത്ത് താജുൽ ഉലമയുടെ ജനാസയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിശാലമായ മൈതാനി, ആ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളുന്ന നിസ്കരിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? ഒരു തവണ തന്നെ 45,000 പേരെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നതാണ്. ആ ഒരു തവണ 45,000 സത്യവിശ്വാസികളെ ഒരുമിച്ച് കൂടാൻ പ്രാപ്തമായ മൈതാനിയിൽ എത്ര തവണയാണ് ജനാസ നിസ്കാരം നടന്നത്? ഒരു തവണയാണോ? 2 തവണങ്ങളിലാണോ? 3 തവണങ്ങളിൽ മാത്രമാണോ? അല്ല അല്ല, കൃത്യമായും പറഞ്ഞാൽ 14 തവണങ്ങളിലായി. ഒരു തവണ 45,000 പേർക്ക് നിസ്കരിക്കാൻ പറ്റിയ ഗ്രൗണ്ടിൽ 14 തവണ താജുൽ ഉലമയുടെ മേലെ ജനാസ നിസ്കാരം നടന്നുവെങ്കിൽ ആ നിസ്കാരത്തിൽ സംഗമിച്ച സത്യവിശ്വാസികളുടെ എണ്ണം എത്രയാണ് മുസ്ലിമേ? ഇത് നേർക്ക് നേരാണ്. അതല്ലാതെ എത്ര സ്ഥലങ്ങളിലാണ് മറഞ്ഞ നിസ്കാരം നടന്നത്? ഞാൻ പറയട്ടെ, കാരണം ജനങ്ങൾ താജുൽ ഉലമയുടെ മഹത്വം മനസ്സിലാക്കി. നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ സമയത്ത് തന്നെ തങ്ങളാണ്, ആലിമാണ്, ആബിദാണ്. തങ്ങന്മാർ എല്ലാവരും ആലിമീങ്ങളല്ല, ആലിമീങ്ങൾ എല്ലാവരും തങ്ങന്മാരുമല്ല. അതേ സമയത്ത് ഒരൊറ്റ സമയത്ത് തങ്ങളുമാണ്, ആലിമുമാണ്. ഇൽമുള്ളതനുസരിച്ച് ഇബാദത്തെടുക്കാൻ അവകാശം ലഭിച്ച മഹാനാണ് സയ്യിദുനാ താജുൽ ഉലമ. ഞാനിപ്പോ ഓർക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ശൈഖുനാ പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത്, അല്ലാഹു നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുടെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട് മംഗലാപുരത്ത് നിന്ന് കുറെ ദൂരെയാണ്. കളസ എന്ന് പറഞ്ഞാൽ ചിക്കമംഗളൂർ ജില്ലയിലാണ്. ഏകദേശം മംഗലാപുരത്ത് നിന്ന് 4-4.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ബസ്സിൽ. അപ്പൊ ഒരു ദിവസം നാട്ടിൽ വരുമ്പോ കൂടെ പഠിക്കുന്ന നമ്മുടെ ശരീക്കന്മാർ, കൂട്ടുകാർ, അവർ പറഞ്ഞു, നിങ്ങളുടെ ദൂരെയുള്ള നാട് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് വിടുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യം, നിങ്ങൾക്കുള്ള താല്പര്യത്തിൽ ഏറെ താല്പര്യം എനിക്കുണ്ട്. അങ്ങനെ ഉസ്താദുമാരോട് സമ്മതം ചോദിച്ചു. സബക്ക് ക്ലാസ്സിന് തടസ്സം വരാത്ത വിധത്തിൽ എന്ന് ഉസ്താദുമാരെ കണ്ടപ്പോ നമുക്ക് സമ്മതം തന്നു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ജാമിയ ഇക്കമിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് നേരെ പോവാണ് നമ്മുടെ നാട്ടിലേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് കിട്ടുന്ന സ്ഥലമാണല്ലോ മംഗലാപുരം. ആ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ഉള്ളാൾ എന്ന പ്രദേശം. ആ ഉള്ളാളത്ത് ഏതായാലും അവിടെ പോയി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെയും സിയാറത്ത് ചെയ്യാം, എന്നിട്ട് ഒപ്പം താജുൽ ഉലമാനെ ഒന്ന് കാണാം. അന്ന് താജുൽ ഉലമ ഹയാത്തുള്ള സമയമാണ്. ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് പോയതാ. അങ്ങനെ ബഹുമാനപ്പെട്ട മദനി തങ്ങളെ സിയാറത്ത് കഴിഞ്ഞു. എന്നിട്ട് താജുൽ ഉലമ ഇരിക്കുന്ന ആ ചെറിയ റൂം, ആ റൂമിന്റെ അടുത്ത് പോയി. അങ്ങനെ പുറത്തുണ്ട് തങ്ങളെ ഖാദിമ് കരീമാജി. കരീമാജിയോട് പറഞ്ഞു, അന്ന് നമ്മൾ മുത്താലിമികളാണ്. കരീമാജിയോട് പറഞ്ഞു, തങ്ങളെ ഒന്ന് കാണണം, നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോ കരീമാജി പറഞ്ഞു, ഞാൻ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഉള്ളിൽ പോയി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, എന്നാൽ അകത്തേക്ക് കയറട്ടെ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് താജുൽ ഉലമയല്ലേ ആള്. കാരണം
രണ്ട് വിശേഷണം താജുൽ ഉലമാക്കുണ്ട് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് നമ്മൾ കേട്ടു. താജുൽ ഉലമാനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ആരും താജുൽ ഉലമാനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ താജുൽ ഉലമാക്ക് രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്ന് നല്ല ഭംഗിയുള്ള വിശേഷണം, അതാണ് ജമാലിയത്തിന്റെ വസ്ഫ് എന്ന് ഉസ്താദുമാരെ ഭാഷയിൽ പറയും. മറ്റൊന്ന് ജലാലിയത്തിന്റെ വസ്ഫ്, വളരെ ഗൗരവത്തിലുള്ള വിശേഷണം. അപ്പൊ ആ രണ്ട് വിശേഷണമുള്ളതാണ് താജുൽ ഉലമ. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ പോയപ്പോ നമ്മൾ കൂടെയുള്ള മുത്താലിമീങ്ങൾ എല്ലാവരോടും കൂട്ടുകാരോട് പറഞ്ഞു, പോയാൽ തങ്ങൾ ചോദിക്കും എവിടെയാണ് പഠിക്കുന്നത് എന്ന് തങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും പറയരുത് പൊന്മള ഉസ്താദിന്റെ ദർസിലാണ് പഠിക്കുന്നത്. കാരണം എന്താ, അതൊരു അഹങ്കാരത്തിന്റെ വാക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മളെ ഉസ്താദ് വലിയ ഉസ്താദാണ്, പൊന്മള ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങള് എന്നൊരു ധ്വനി ആ പറഞ്ഞ വാക്കിന്ന് വരും. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോ ആ ധ്വനി വരുന്നത് കൊണ്ട്. അങ്ങനെയാണല്ലോ ഉസ്താദുമാർക്കറിയാം ഫിഖ്ഹിന്റെ കിതാബിൽ വല്ലാഹിറു കലാമിഹിം അല്ലെങ്കിൽ ഫമുഖ്തളാ കലാമിഹിം എന്നൊക്കെ കിതാബിന്റെ ഉദ്ധരണികളൊക്കെ കാണാൻ കഴിയും. പക്ഷേ കഷ്ടകാലത്തിന് കൂട്ടത്തിൽ ഒരു മുത്താലിം പറഞ്ഞ മറുപടി അതന്നെ. പറയണ്ട, അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു പോയതാ. നമ്മൾ പഠിക്കുന്നത് സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ മതി, അല്ലാതെ പിന്നെ ഉസ്താദിന്റെ പേര് തൽക്കാലം പറയണ്ട, പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറയാ എന്ന് നമ്മൾ തീരുമാനിച്ചു പോയതാണ്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് തങ്ങൾ ചോദിച്ചു, എവിടെ പഠിക്കണതാടാ, എവിടെയാണ് പഠിക്കണേ ചോദിക്കുമ്പോ കൂട്ടത്തിൽ ഒരു മുത്താലിം പറഞ്ഞു. എന്താ പറഞ്ഞത്? പൊന്മള ഉസ്താദിന്റെ ദർസിലാണ് പഠിക്കണത്. അങ്ങനെ പറയണ്ടാന്ന് തീരുമാനിച്ചു പോയതാണ്. പക്ഷേ നമ്മുടെ നിയന്ത്രണം നല്ലല്ലോ, അള്ളാഹുവിന്റെ കണക്ക് കൂട്ടലാണ് എല്ലാത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ പോയപ്പോ താജുൽ ഉലമ ഒറ്റ വാക്ക്, എന്താ വാക്കറിയോ? ആ വാക്ക് ഇപ്പോഴും ചെവിയിൽ കേട്ടതുപോലെ തോന്നുന്നുണ്ട്. ആ വാക്ക് താജുൽ ഉലമ പറഞ്ഞു പൊന്മള. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഉസ്താദാണ്, പക്ഷെ അങ്ങനെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഷെയ്ഖുന ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് എന്ന് പറഞ്ഞത്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്ന് നമ്മൾ പറയാതിരിക്കലാണ് നല്ലതെന്ന് നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ചത്. കാരണം കാന്തപുരം ഉസ്താദിന്റെ പേരല്ലെങ്കിലും നാട്ടുപേരാണെങ്കിലും അതൊക്കെ ഉസ്താദിനെ പോലെയുള്ളവരും അവിടത്തേക്ക് അടുത്തവരൊക്കെ പറയാനുള്ളതാണ്. ഞാൻ ശിഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞോ, അല്ലാതെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് താജുൽ ഉലമ പറഞ്ഞു പൊന്മള എന്ന് പറഞ്ഞിട്ടാണ് താജുൽ ഉലമ പറഞ്ഞത്. ഞാൻ ഉസ്താദും കൂടി കൂട്ടി കൊടുക്കുകയാണ്. ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് പൊന്മളയായത് ഓതി പഠിച്ചിട്ടാണ്, തെണ്ടി നടന്നിട്ടല്ല, അതുകൊണ്ട് പോയി ഓതി പഠിക്കടാ. സുബ്ഹാനല്ലാഹ്. ആ ചെവി ആ വാക്ക് ഇപ്പോഴും കേൾക്കുന്നത് പോലെ അനുഭവിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കാരണം എപ്പോഴും മുത്തഅല്ലിമീങ്ങളെ ഓതി പഠിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്ന മഹാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ചാലിയം എന്നൊരു പ്രദേശമുണ്ട്. ആ ചാലിയത്ത് അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ ഉമറാക്കളിൽപ്പെട്ട അള്ളാഹുവിന്റെ ദീനി നല്ലോണം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചാലിയം ബാവ ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇന്നുള്ള കരീമാജിന്റെ ഉപ്പ. അപ്പൊ ചാലിയം ബാവ ഹാജി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഒരു പള്ളി കെട്ടിച്ചു. എന്നിട്ട് ആ പള്ളിക്ക് പേര് വെച്ചു. അത് അദ്ദേഹം വെച്ചതല്ല, നാട്ടുകാരെല്ലാരും പേര് വെച്ചു ബാവ മസ്ജിദ്. ബാവ മസ്ജിദ് പറയാൻ കാരണം ബാവ ഹാജി കെട്ടിച്ച പള്ളി അതുകൊണ്ട് ബാവ മസ്ജിദ്. അത് കിബിറു കൊണ്ടൊന്നുമല്ല, അത് നാട്ടുകാർ വെച്ച പേരാണ്, അദ്ദേഹം വെച്ച പേരൊന്നുമല്ല. അങ്ങനെ ആ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ പോയി. ആ ഉദ്ഘാടനത്തിന് വേണ്ടി ഷെയ്ഖുന പൊന്മള ഉസ്താദ് പോയി. ഉസ്താദ് അവர்கள் പോകുന്ന സമയത്ത് കൂടെ ഉസ്താദിന്റെ ഖാദിം എന്ന നിലയ്ക്ക് വിനീതനായി ഞാനും ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോ പള്ളി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം സ്റ്റേജ് പരിപാടിയാണ്. ഈ സ്റ്റേജ് പരിപാടി അധ്യക്ഷൻ താജുൽ ഉലമയാണ്, ഉദ്ഘാടനം ഷെയ്ഖുന പൊന്മള ഉസ്താദാണ്. പിറ്റേന്ന് ഉസ്താദിന് സുബഹിക്ക് 10 മണിക്ക് മംഗലാപുരത്തെ ക്ലാസ് ആണ്. അപ്പൊ രാത്രി ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ കൂടെ ഇങ്ങോട്ട് മംഗലാപുരത്തേക്ക് വരാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഉസ്താദ് നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ട് പുറപ്പെടാൻ ഉദ്ദേശിച്ചതാണ്. അപ്പൊ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണല്ലോ അധ്യക്ഷ പ്രഭാഷണം. അപ്പോ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പള്ളി ആയതുകൊണ്ട് പള്ളിയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞു. ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. വല്ലവരുത്തനും അള്ളാഹുവിന് വേണ്ടി സ്ഥാനത്തിനോ പെരുമക്കോ പ്രശസ്തിക്കോ അല്ല, അള്ളാഹുവിന് വേണ്ടി ഒരുത്തൻ പള്ളി കെട്ടിച്ചാൽ അള്ളാഹു തആല അവന് സ്വർഗത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എവിടുന്ന് ഉസ്താദ് ഓതി? നമ്മൾ അവിടെ സദസ്സിലുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ഉസ്താദ് ഇത് പറഞ്ഞപ്പോ താജുൽ ഉലമ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാണ് പറയുന്നത്? താജുൽ ഉലമാന്റെ ഇൽമ മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്തിന് താജുൽ ഉലമാന്റെ പേരിൽ ഒരു സാന്ത്വന കേന്ദ്രം? എല്ലാ കേന്ദ്രം നിർമ്മിക്കപ്പെടാൻ അർഹതയുള്ളത് മഹാനായ താജുൽ ഉലമയുടെ പേരിലാണ്. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ.
അപ്പോ ഉസ്താദ് ഈ ഹദീസ് ഓതിയപ്പോൾ തന്നെ താജുൽ ഉലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉസ്താദിന്. പക്ഷെ ഉസ്താദിന് അത് മനസ്സിലായിട്ടില്ല. കാരണം പ്രസംഗിക്കുന്ന ശ്രദ്ധയിലാണ് ഉസ്താദ് ഉള്ളത്. താജുൽ ഉലമ എന്ന് പറയുന്നു ഉസ്താദ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പ്രസംഗം തുടങ്ങി ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്തും താജുൽ ഉലമ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ ഉസ്താദുമാരുണ്ട്, നമ്മുടെ അദ്രാജിയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? അടുത്ത് വന്നിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞാൽ മനസ്സിലാവും. പ്രസംഗം നിർത്താൻ സമയമായി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താവില്ല, മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, താജുൽ ഉലമ പ്രസംഗം അവിടുന്ന് ഷെയ്ഖുന ഉസ്താദിന്റെ പൊന്മൾ ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്തത് താജുൽ ഉലമയുടെ അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം കഴിയാതെ അവിടുന്ന് എണീറ്റ് വരാൻ കഴിയില്ലല്ലോ, കാരണം താജുൽ ഉലമയല്ലേ. അങ്ങനെ താജുൽ ഉലമ അവിടെ പ്രസംഗം തുടങ്ങി. ഉസ്താദ് അവിടെ ഇരുന്ന സമയത്ത് ഉസ്താദ് ഓതിയ അതേ ഹദീസ് താജുൽ ഉലമ അവിടുത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി. മംബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നതി മിസ്ലഹു. ഓതി പഠിക്കണോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇതാരോടാ പറയണത്? പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്ന് സമസ്തയിലെ ഫത്വ കൗൺസിലിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആരെന്ത് പറഞ്ഞാലും. അപ്പൊ ആ ഉസ്താദ് അവരുകളോട് പറയുകയാണ് താജുൽ ഉലമ. എന്താണ് സംഭവം? ഉസ്താദ് ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ മിസ്ലഹു എന്ന ഭാഗം ഉസ്താദ് വായിച്ചില്ല. ആ ഭാഗം താജുൽ ഉലമ വായിച്ചു. എന്താണ്? എന്നിട്ട് താജുൽ ഉലമ അർത്ഥം വെച്ചു, മംബനാലില്ലാഹി മസ്ജിദൻ, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നതി മിസ്ലഹു, ദുനിയാവിൽ നിർമ്മിച്ചത് പോലെയുള്ള കെട്ടിടം അല്ലാഹ് സ്വർഗ്ഗത്തിൽ അവന് നിർമ്മിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ പോലോത്തത് എന്നതാണ് കട്ടായി പോയത്. യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ഹദീസിന്റെ ഒരു റിപ്പോർട്ടിൽ അതില്ല, പിന്നെ ഒരു റിപ്പോർട്ടിൽ അതുണ്ട് എന്നതാണ് വ്യത്യാസം. അല്ലാതെ ഷെയ്ഖുന ഉസ്താദ് പറഞ്ഞത് തെറ്റാണെന്നൊന്നുമല്ല. പക്ഷെ താജുൽ ഉലമയുടെ പാണ്ഡിത്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ. ആ താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത്, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. താജുൽ ഉലമയുടെ പേരിൽ ഇത്രയും ജനം ചേർന്ന് മയ്യിത്ത് നിസ്കരിച്ചതിന്റെ ഗുണം താജുൽ ഉലമാക്കല്ല. താജുൽ ഉലമാക്ക് ഗുണം കിട്ടുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായും അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ്? നിസ്കരിച്ചവർക്കാണ് കേട്ടോ. ഇവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹു താജുൽ ഉലമയുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഈ ആമീൻ എവിടേക്കും പോവില്ല. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കുക, സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമാന്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ എന്ന് വാള് പറയുന്ന ഉസ്താദുമാർ ദുആർക്കുമ്പോ നമ്മൾ ആമീൻ പറഞ്ഞാൽ മാത്രം താജുൽ ഉലമാക്ക് അതിന്റെ ഗുണം കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. അല്ല, ആമീൻ പറഞ്ഞതിന്റെ ഗുണം താജുൽ ഉലമാക്ക് കിട്ടിയതുകൊണ്ടല്ല. നാളെ താജുൽ ഉലമ വരുമ്പോ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഉറക്കെ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തങ്ങളോട് പറയാനാണ്. അതിന്റെ ഗുണം നമുക്ക് കിട്ടും. അതിന് ഉസ്താദെ തെളിവുണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ശാഫിഈ ഇമാം വഫാത്താകുന്ന സമയത്ത് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ആ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, ശിഷ്യന്മാരെ, ഞാൻ എങ്കാലും വഫാത്തായാൽ എന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാനുള്ള ഒരു അവസരം ബീവി നഫീസ റളിയല്ലാഹു അൻഹക്ക് നൽകണം കേട്ടോ. അങ്ങനെ ശാഫിഈ ഇമാം വഫാത്തായി. ആ ശാഫിഈ ഇമാമിന്റെ മേലെ പള്ളിയിൽ വെച്ച് ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം നടന്നതിന് ശേഷം ശാഫിഈ ഇമാമിന്റെ ജനാസ അങ്ങ് കൊണ്ടുപോകുമ്പോൾ ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുറ്റത്തെത്തി. അവിടുന്ന് ഭരണാധികാരിയുടെ ഓർഡർ പ്രകാരം ശാഫിഈ ഇമാമിന്റെ ജനാസയെ നഫീസ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു. അവിടെ നഫീസ ബീവി ശാഫിഈ ഇമാമിന്റെ മേലെ മയ്യിത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ സന്നിഹിതരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. ശാഫിഈ ഇമാമിന്റെ മേല് നഫീസ ബീവിയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സമിഅനാ സൗതാ, നാം അവിടെ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദമെന്നറിയോ? യുനാദി. ആ ശബ്ദം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ഇന്നല്ലാഹ ഗഫറ ലികുല്ലി മൻ സ്വല്ല അലൽ ഇമാമി ശാഫിഈ.
ശാഫിഈ ഇമാമിന്റെ മേൽ ആരെല്ലാം മയ്യത്ത് നിസ്കരിച്ചോ ആ മയ്യത്ത് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്ക് അവർ ചെയ്ത തെറ്റുകൾ മുഴുവനും അല്ലാഹ് പൊറുത്തു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, താജുൽ ഉലമയെ കാണാൻ വേണ്ടി പോയി എത്രയോ കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് നടന്നു. എന്നിട്ട് താജുൽ ഉലമയുടെ മേലെ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചു. അതിന്റെ ഗുണമാർക്കാണ്? താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്ക് പുറത്തു തന്നു എന്നതാണ് കാരണം. ശാഫിഈ ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് ആ ശാഫിഈ ഇമാമിന്റെ മേലെ ആരെല്ലാം മയ്യിത്ത് നിസ്കരിച്ചോ അവർക്ക് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന ശബ്ദമാണ്. എന്നിട്ട് തൊട്ട് കഴിഞ്ഞതിന് ശേഷമോ എന്നിട്ടൊരു ശബ്ദം കൂടി കേട്ടു, ശാഫിഈ ഇമാമിന് അല്ലാഹ് പുറത്തു കൊടുത്തു. അതാരെ ബറക്കത്ത് കൊണ്ടാണ്? എത്ര വലിയ മഹാനായാലും വേറെ ഒരു മഹാന്റെ ബറക്കത്ത് പാടില്ല എന്ന് പറയാൻ പറ്റൂല. അതാണ് സുന്നത്ത് ജമാഅത്ത്. എത്ര വലിയ ആളായാലും നമുക്ക് നമ്മുടെ ആളുണ്ട്, അവരെ ബറക്കത്തൊന്നും നമുക്ക് വേണ്ട എന്ന് പറയൽ സുന്നത്ത് ജമാഅത്തല്ല. ശാഫിഈ ഇമാമിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം കേട്ട വേറെ ഒരു ശബ്ദം എന്താണ്? ഇന്നല്ലാഹ ഗഫറ ലിശാഫിഈ, അല്ലാഹു തആല ശാഫിഈ ഇമാമിനിക്ക് പുറത്തു കൊടുത്തു. ആരെ ബറക്കത്ത് കൊണ്ടാണെന്നറിയോ? ബിസയ്യിദത്തി നഫീസ, നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ശാഫിഈ ഇമാമിനിക്ക് അല്ലാഹ് പുറത്തു കൊടുത്തു. എന്തേ? ശാഫിഈ ഇമാമിനിക്ക് ഇൽമില്ലാഞ്ഞിട്ടാണോ? ശാഫിഈ ഇമാമിനിക്ക് നിസ്കാരമില്ലാഞ്ഞിട്ടാണോ? ശാഫിഈ ഇമാമിനിക്ക് അധ്വാനമില്ലാഞ്ഞിട്ടാണോ? ശാഫിഈ ഇമാമിനിക്ക് സുന്നത്ത് നോമ്പില്ലാഞ്ഞിട്ടാണോ? അല്ല അല്ല. എത്ര വലിയ മഹാനായാലും വേറെയൊരു മഹാന്റെ ബറക്കത്തുണ്ടാകണോ? ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ താജുൽ ഉലമാനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് നൂറുൽ ഉലമയെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെ സ്നേഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ ഉസ്താദിന്റെ പ്രവർത്തനം എവിടെയാണ്? കേവലം നമ്മുടെ ജില്ലയിലാണോ? നമ്മുടെ സ്റ്റേറ്റിലാണോ? നമ്മുടെ രാജ്യത്താണോ? അല്ല അല്ല. ഓ ചെറുപ്പക്കാരെ, പസഫിക് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ന്യൂസിലാൻഡിൽ ശൈഖുനാ ഉസ്താദ് അവர்கள் എടുത്തു പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഫിജിയിൽ പോയി. ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ശൈഖുനാ പസഫിക് ഓഷ്യൻ രാഷ്ട്രങ്ങളിലാണ് ഉണ്ടായത്. എന്തിനാണ് ഇവിടെ പോയത്? മീലാദ് പരിപാടിക്ക് നേതൃത്വം നൽകാനാണ്. എന്നിട്ടോ ആ ന്യൂസിലാൻഡിൽ വെച്ച് വിശാലമായ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടു ശൈഖുനാ കാന്തപുരം ഉസ്താദ്. നിങ്ങൾ ആലോചിക്കണം, ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അത് കേവലം നമ്മുടെ രാഷ്ട്രത്തിൽ മാത്രമല്ല, നമ്മുടെ നാടിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അതുപോലെയുള്ള മഹാന്മാരെ സ്വീകരിക്കലാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, ആ മഹാന്മാരെ പ്രിയം വെച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലാതെ രക്ഷയില്ല. നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, പക്ഷേ തങ്ങന്മാരെ കുറ്റം പറയുന്നു, ആലിമീങ്ങളെ പച്ചമാംസം കഴിക്കുന്നു, എന്നാൽ അവന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിസ്കാരം എന്തിൽ നിന്നുണ്ടായതാണ്? അത് അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിൽ നിന്നുണ്ടായതാണ്. നോമ്പ് എന്തിൽ നിന്നുണ്ടായതാണ്? അല്ലാഹ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിൽ നിന്നുണ്ടായതാണ്. അതുപോലെ അല്ലാഹ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞവരാണ് ആലിമീങ്ങൾ, സാദാത്തുക്കൾ. കൃത്യമായും നിസ്കരിക്കുന്നു, പക്ഷേ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നു. എല്ലാ ആഴ്ചയിലും 2 ദിവസം സുന്നത്ത് നോമ്പ് നോക്കുന്നു, പക്ഷേ തങ്ങന്മാര് ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നു. എന്നാലോ ഈമാൻ കിട്ടി മരിക്കാൻ വകുപ്പില്ല. ഈ അടുത്ത് നമ്മുടെ കർണാടകയിൽ ഉജിരെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പള്ളിത്തടക്ക എന്നൊരു മക്കാമുണ്ട്. ആ മക്കാമിന്റെ ഉറൂസിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ ദുആ ചെയ്യാൻ നേതൃത്വം നൽകാൻ വന്നത് താജുൽ ഉലമയുടെ മൂത്ത മകൻ കൂറത്ത തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഹാമിദ് ഇമ്പിച്ചക്കോയ തങ്ങൾ അവരുകൾ. അങ്ങനെ തങ്ങൾ വരുമ്പോ താജുൽ ഉലമയുടെ വഫാത്തിനെ കുറിച്ചുള്ളത് ഞാൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾ അവരുകൾ വന്നതിന് ശേഷം തങ്ങൾ അവരുകൾ പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തങ്ങൾ അവരുകൾ പറഞ്ഞു, എന്റെ ബാപ്പ വഫാത്താകുന്ന സമയത്ത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഒരു രംഗം ഞാൻ നിങ്ങളോട് പറയട്ടെ. തങ്ങൾ പറഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, സഖാഫി കുറെ കാര്യം പറഞ്ഞു, പക്ഷേ
ഞാൻ നേർക്ക് നേർ കണ്ടവൊന്ന് ഞാൻ പറയട്ടെ. എന്നിട്ട് അവിടുന്ന് എന്താ പറഞ്ഞത്? ആ പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ജഗ്ഗിന്ന് വെള്ളം ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സഖാഫി, അവരോട് മാത്രമല്ല നിങ്ങളോടും പറയാണ്, നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇത് പറയണം. ഞാൻ ചെടേക്കലിലുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നറിയോ? താജുൽ ഉലമ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് പരിസരത്ത് ഖുർആൻ ഓതുന്നത് നമ്മൾ കണ്ടവരാണ്, പരിസരത്ത് ബുർദ ബൈത്ത് പാടുന്നത് നമ്മൾ കേട്ടവരാണ്. അതേ സമയത്ത് താജുൽ ഉലമ അവിടുന്ന് വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് എന്നാണ് തങ്ങളവരുകൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ആ തങ്ങൾ പറഞ്ഞു, എന്റെ മകൻ, താജുൽ ഉലമയുടെ പേരമകനാണ്, തങ്ങൾ പറഞ്ഞു, എന്റെ മകൻ ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് അവിടുന്ന് അതാ ബുർദയുടെ വരികൾ ഇങ്ങനെ പാടുകയാണ്. ആ ബുർദയുടെ വരികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ മകൻ പാടിയതിൽ ഒരു തെറ്റ് വന്നു. ആ തെറ്റ് കേട്ട ഉടനെ ബാപ്പയായ താജുൽ ഉലമ എന്ത് ചെയ്തു? കൈകൊണ്ടങ്ങ് നിലത്തങ്ങടിച്ചു. ചെറുപ്പക്കാരെ, വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പല്ല, ദിവസങ്ങൾക്ക് മുമ്പല്ല, ആഴ്ചകൾക്ക് മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പല്ല, വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പാണ്, സക്കറാത്തിന്റെ സമയത്താണ്. പേരക്കുട്ടി ബുർദ പാടുന്ന സമയത്ത് അതിൽ ഒരു ഖത്ത് കണ്ടപ്പോ, അതിലൊരു തെറ്റ് കേട്ടപ്പോൾ അവിടുത്തെ കൈ കൊണ്ടങ്ങ് നിലത്തേക്കടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, പാടിയതിൽ തെറ്റുണ്ട് കേട്ടോ, ആ തെറ്റ് തിരുത്തിയിട്ടങ്ങ് ഓതണം, പാടണം. പക്ഷേ എന്റെ മകൻക്ക് തെറ്റ് തിരുത്തിയിട്ട് അങ്ങോട്ട് പാടാൻ കഴിയുന്നില്ല. കാരണം തെറ്റുണ്ട് എന്ന് പറഞ്ഞത് താജുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട ഹാമിദ് ബിച്ചുകോയ തങ്ങള് താജുൽ ഉലമാന്റെ മൂത്ത മകനാണ്. അവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ മകനാണ് പാടുമ്പോൾ തെറ്റ് കണ്ടത്. ആ എന്റെ മകനങ്ങ് തുടർന്ന് തെറ്റ് തിരുത്തിയിട്ട് പാടാൻ കഴിയുന്നില്ല. അങ്ങനെ എന്റെ മകനങ്ങ് മൗനം വീക്ഷിച്ചപ്പോൾ ബാപ്പ എന്ത് ചെയ്തു? മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പാണ് ബാപ്പ ആ തെറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ആ തെറ്റ് തിരുത്തിയിട്ട് പിന്നീട് തുടർന്നങ്ങ് ബാപ്പ പാടിക്കൊടുത്തു. ഇത് പറയുന്നത് വഫാത്തിന്റെ സമയത്ത് അവിടെയുണ്ടായ താജുൽ ഉലമയുടെ മൂത്ത മകനാണ്. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സംശയമുള്ളവർ പോയി ചോദിച്ചോളൂ. മഹാന്മാരങ്ങനെയല്ലേ? ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓ മുഅ്മിനീങ്ങളെ, മദീനത്തെ പള്ളിയിൽ ഇമാമായി നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോ മജൂസിയായ അബൂ ലുഅ്ലു എന്ന മനുഷ്യൻ അതാ ഒരു വാളും പിടിച്ചു വന്നു. എന്നിട്ട് നേരെ അങ്ങ് മുതുകിൽ ഒരൊറ്റ കുത്തങ്ങ് കുത്തി വെറ്റിക്കളഞ്ഞു. നിലത്ത് വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെയുള്ള സ്വഹാബത്ത് താങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലങ്ങ് കിടക്കുമ്പോൾ മഹാനവരുകളെ കാണാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാരവിടെ വന്നു. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോ അവന്റെ തുണി നെരിയാണിക്ക് താഴെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞത്? യാ ഫുലാൻ ഇബ്നു ഫുലാൻ ഇർഫഅ ഇസാറക. ഓ മോനെ, നീ ഉടുത്ത തുണിയുണ്ടല്ലോ, അത് നെരിയാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട്, സ്വൽപ്പമൊന്ന് മേലോട്ട് ഉയർത്തൂ. വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് ബാത്തില് കണ്ടപ്പോ, തെറ്റ് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തിയെങ്കിൽ ആ പാരമ്പര്യമാണ് താജുൽ ഉലമയെ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഉള്ളത്. സുഹൃത്തുക്കളെ, ആ മഹാന്മാരെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിലായി മരിക്കണേ. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ
ഒരു കാര്യം ഞാൻ പറയട്ടെ, കേവലം നോട്ടീസ് പതിപ്പിക്കാൻ മാത്രം പോയാൽ പോരാ ചെറുപ്പക്കാര്. കേവലം ഫ്ലെക്സ് ഒട്ടിക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ, ബാനർ ഒട്ടിക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ. സംഘടന പ്രവർത്തനം വേണ്ട എന്നല്ല, സംഘടന പ്രവർത്തനത്തിലൂടെയാണ് ഏത് കാര്യത്തിനും പരിഹാരം കാണുന്നത്. പരസ്പരം സഹകരണം വേണം. നല്ലതിന് നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് നല്ല സഹകരണമാണ്. ശൈഖുനാ ഉസ്താദ് അവர்கள் ഇവിടെ വന്നപ്പോൾ ആ സഹകരണത്തിന്റെ ഫലം നാം ഇവിടെ കണ്ടതാണ്. അതേ സമയത്ത് ചില നാടുകളിലോ, ചില നാട്ടിന്റെ അവസ്ഥ എന്താണ്? ജമാഅത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കും. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. അവിടെ ജമാഅത്ത് കമ്മിറ്റി എന്നോട് പറയാം, ഉസ്താദേ ഞങ്ങൾ ഇവിടെ പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും, പക്ഷേ എന്നിട്ട് എന്താ അത് ചെയ്താ പോരെ, ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കൂല. അത് ഗ്രൂപ്പിന്റെ പേരിലുള്ള തർക്കമല്ല, നാട്ടിൽ തന്നെ പഴയത് പുതിയത് എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. പഴയത് പുതിയത് പറഞ്ഞ ഗ്രൂപ്പല്ല, പിന്നെ പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി. ഇവിടെ എങ്ങനെ ഇല്ലാതാ എന്റെ ആഗ്രഹം, എന്റെ വിശ്വാസം. അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ, ഇനുണ്ടെങ്കിൽ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. പഴയത് പുതിയത്, പഴയ പുതിയത് ഗ്രൂപ്പല്ല. പിന്നെ എന്താണ് പഴയത് എന്ന് പറഞ്ഞാൽ? നമുക്ക് മുമ്പ് ഭരിച്ച ഒരു കൂട്ടം. പുതിയത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഭരിക്കുന്നത്. നമ്മളൊരു തീരുമാനം എടുത്താൽ ഉസ്താദെ മുമ്പത്തവരൊന്നും സഹകരിക്കുന്നില്ല. ഈ മദ്രസ കണ്ടില്ലേ, മദ്രസന്റെ പണി ഇടയ്ക്ക് വെച്ച് ബാക്കിയാണ്. പണി നടന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് വെച്ച് നിന്നു. എന്താ കാരണം അത് തൊട്ടത് ഞങ്ങളാണ്, പുതിയ കമ്മിറ്റിയാണ്. എപ്പോ 2-3 കൊല്ലം മുമ്പ് പുതിയ കമ്മിറ്റി തൊട്ടത് കൊണ്ട് പഴയ കമ്മിറ്റി അതെന്താക്കിയിട്ടില്ല, തൊടുന്നില്ല. കാരണം എന്താ? അത് പുതിയ കമ്മിറ്റിയല്ലേ തൊട്ടത്, അത് അവർ തന്നെ പൂർത്തിയാക്കട്ടെ. ഇനിയോ നോക്കുമ്പോ അപ്പുറത്ത് പള്ളിയുണ്ട്, പള്ളിയും പണി പൂർത്തിയാക്കാതെ ബാക്കി നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതോ? മിണ്ടുന്നില്ല. എന്താ കാരണം അത് പഴയ കമ്മിറ്റി തൊട്ടത് കൊണ്ട് പുതിയ കമ്മിറ്റിക്കാരായ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് മറുപടി. പക്ഷെ അത് പറയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, അല്ല, സഹകരണം വേണം. ആ സഹകരണം ഉണ്ടായാലേ പ്രവർത്തനത്തിന് വിജയമുള്ളൂ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ അവസ്ഥ നോക്കൂ. നിങ്ങൾ ബോർഡിൽ, മദ്രസയിലെ ഉസ്താദ് ബോർഡിൽ 4 ഭാഗത്ത് 4 എണ്ണം എഴുതി. ശരിക്കും മനസ്സിലാക്കണം. ബോർഡിന്റെ അങ്ങേ തലക്ക് 1 എഴുതി, ഇങ്ങേ തലക്ക് 1 എഴുതി, നേരെ ചുവടെ അപ്പുറത്ത് 1 എഴുതി, ഇപ്പുറത്ത് 1 എഴുതി. എഴുതിയിട്ട് ഉസ്താദ് ചോദിച്ചു, മദ്രസയിലെ കുട്ടിയോട് ചോദിച്ചു, മോനെ ആ തലക്കത്ത് കാണുന്ന സംഖ്യ എത്രയാണ്? അപ്പൊ കുട്ടിന്റെ മറുപടി, ഉസ്താദെ അത് 1 ആണ്. നേരെ ചുവടെ കാണുന്ന സംഖ്യ അതെത്രയാണ്? അപ്പോഴും കുട്ടിന്റെ മറുപടി 1 ആണ്. നേരെ ബോർഡിന്റെ ഇങ്ങേ തലക്ക് കാണുന്ന സംഖ്യ ചോദിച്ചു, മോനെ അതെത്രയാണ്? ഉസ്താദെ അത് 1 ആണ്. നേരെ താഴോട്ട് കാണുന്ന സംഖ്യ അതെത്രയാണ്? ഉസ്താദെ അത് 1 ആണ്. അപ്പൊ 4നും മറുപടി 1 ആയി. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു? അങ്ങേ തലക്കുള്ള 1 ബോർഡിന്റെ നടുവിൽ, മിഡിലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, മോനെ ഇത് എത്രയാണടാ? അപ്പൊ പറഞ്ഞു, അത് 1 ആണ് ഉസ്താദെ. ഈ താഴോട്ടുള്ള 1 എടുത്തിട്ട് ഈ മിഡിലിൽ 1ന്റെ കൂടെ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എത്രയായി മോനെ? 1 നല്ല കുട്ടിന്റെ മറുപടി 11. നേരത്തെ ഉള്ള 1 തന്നെയാണ്, ഇപ്പുറം വെച്ചതാണ്. നേരത്തെ ഉള്ള 1 കുറെ ദൂരെ വെച്ചപ്പോ 1 തന്നെ. അതേ സമയത്ത് ആ 1 എടുത്തിട്ട് ഒന്നിച്ചു വെച്ചപ്പോ 11 ആയി. ഇങ്ങേ ബോർഡിന്റെ ഇങ്ങേ തലക്കുള്ള 1 എടുത്തിട്ട് ഈ 11ന്റെ കൂടെ വെച്ചിട്ട് മദ്രസയിലെ ഉസ്താദ് ചോദിച്ചു, മോനെ ഇപ്പൊ എത്രയായി? അപ്പൊ പറഞ്ഞു 111. ഔ, ബലം കൂടി. നേരെ ഇങ്ങേ തലക്കുള്ള 1 എടുത്തിട്ട് 111ന്റെ കൂടെ വെച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, മോനെ ഇപ്പൊ എത്രയാടാ? അത് ഉസ്താദേ 1111. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഉണ്ടായത് 4 1 ആണ്. ഇപ്പൊ ഒന്നിച്ചു കൂടിയപ്പോൾ, സഹകരിച്ചപ്പോൾ ഞാനില്ല, നീയില്ല, അങ്ങനല്ല, ഒന്നിച്ചു കൂടി നിന്നപ്പോൾ 1 എന്നത് 1111 ആയി. അതാണ് സഹകരണം. മനുഷ്യൻ സഹകരണ ജീവിയാണ്. ഞാനൊരു ചെറിയ നാടൻ ഉദാഹരണം പറയാ, സാധാരണക്കാർക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ വണ്ടി ഓട്ടിക്കുന്നു, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. കാറ്റിലല്ലോ യാത്ര ചെയ്യുന്നത്, വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ എണ്ണ വേണം. ആ എണ്ണ കിട്ടുന്നത് എവിടെ നിന്നാണ്? വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഇപ്പൊ UAE-യിൽ വലിയ മാന്ദ്യമാണ്. നമ്മുടെ പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സംസാരം മുഹിമ്മാത്ത് ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് സംപ്രേക്ഷണം ചെയ്യുന്നവർക്കും അത് വീക്ഷിക്കുന്ന മുഴുവൻ പ്രവാസികൾക്കും നാട്ടുകാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ.
ഈ അടുത്ത് ഒരാള് അബുദാബിയിൽ നിന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, എനിക്ക് 8000 ദിർഹം സാലറി ഉണ്ടായിരുന്നു, പക്ഷെ UAE-യിൽ ക്രൈസിസ് വന്നതുകൊണ്ട് 4000 ദിർഹം ഒറ്റക്കങ്ങ് വെട്ടിക്കുറച്ചു. ഞാൻ എന്റെ ഫാമിലിയെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹുവേ, നമ്മുടെ സർവ്വ പ്രവാസികൾക്കുള്ള വിഷമങ്ങൾ നീ തീർക്കണേ റഹ്മാനേ, നമ്മുടെ വിഷമങ്ങളും നീ തീർത്ത് തരണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത്, ആ UAE അവിടുത്തെ എണ്ണ വേണം നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ. പോരാ, അവിടുത്തെ ഭരണാധികാരിക്ക് നമ്പർ 1 കാപ്പി കുടിക്കണമെങ്കിൽ എന്റെ നാട് വേണം, ചിക്കമാംഗ്ലൂർ. കാരണം ചിക്കമാംഗ്ലൂർക്ക് എൻ്റർ ആകുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് കോഫി, കോഫിയുടെ നാട്ടിലേക്ക് സ്വാഗതം. ചിക്കമാംഗ്ലൂർക്ക് വരാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞാൻ അവിടെ ഉണ്ടാവോ ഇല്ലെന്ന് വേറെ വിഷയം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കാപ്പിയുടെ നാടാണ് ചിക്കമാംഗ്ലൂർ. അപ്പൊ എന്റെ നാട്ടിന്റെ കാപ്പി വേണം ഭരണാധികാരിക്ക് കുടിക്കാൻ. പോരാ, ഇനി കാപ്പി പറ്റിയവർക്ക് തന്നെ ചായ പറ്റൂല, ചായ പറ്റിയവർക്ക് തന്നെ കാപ്പി പറ്റൂല, അങ്ങനല്ലേ? അപ്പൊ ചായ വേണോ? എന്നാൽ എന്റെ നാട്ടുകാർക്കായാലും അല്ലെങ്കിൽ വേറെ ഏത് നാട്ടുകാർക്കായാലും കൊടകുകാരെ ആശ്രയിക്കണം, കൊടകുകാരെ ആശ്രയിക്കണം. കാരണം ചായപ്പൊടിയാണ് ഉണ്ടാകുന്നത്. ഇനി ഇതെല്ലാം വേണ്ട എന്റെ നാട്ടുകാർക്കായാലും മറ്റുള്ളവർക്കായാലും നമുക്ക് നല്ല അരി കിട്ടണമെങ്കിലോ തമിഴ്നാടിനെ ആശ്രയിക്കണം. പേര് അണ്ണാച്ചി എന്നും പറയും, അണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കും. പക്ഷെ ഓന്റെ അരി എന്നെ നമുക്ക് വേണം, അത് വിഷയം വേറെ. ഇനി നല്ല പച്ചക്കറി കിട്ടണമെങ്കിലോ, പച്ചക്കറി കിട്ടണമെങ്കിൽ അതാ നോർത്ത് കർണാടകയിൽ പോകണം. കാരണം എന്താണ്? മനുഷ്യൻ അങ്ങനെയാണ്. എന്റേത് കാര്യം മാത്രം ഉണ്ടായ മതി, ഞാൻ അവനെ നോക്കൂല, അല്ലെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കൂല. അത് മനുഷ്യ ജീവിതത്തിന്റെ ശൈലിയല്ല. പരസ്പരം സഹകരിച്ച് പോണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സംഘടനകൾ മുഴുവനും. അത് പരസ്പരം സഹകരിച്ചത് കൊണ്ടാണ് അതിന്റെ ഫലം കാണുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഏതൊരു കാലത്തും പണ്ഡിതന്മാര് നേതൃത്വം നൽകുമ്പോ ആ പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് കേട്ടോ. പക്ഷെ ഈമാനുള്ളവൻ എന്ത് ചെയ്യണം? ആരോപണം കേട്ട് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാകാതെ ആ കേട്ട ഒച്ചയുടെ പിന്നിൽ പോകേണ്ടതല്ല ഈമാനിന്റെ ലക്ഷ്യം. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ലോക പ്രശസ്ത പണ്ഡിതനല്ലേ ഇമാം ഷാഫിഈ. ആ ഷാഫിഈ ഇമാം അങ്ങ് ഉയർന്നത് കണ്ടപ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള മറ്റുള്ള പണ്ഡിതന്മാർക്ക് അസൂയ തോന്നിപ്പോയി. ഈ അസൂയ എന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് വളരെ കുറവാണ്. ശരീരത്തിന് പിടിക്കുന്ന രോഗം പോലെയല്ല മനസ്സിനെ പിടികൂടുന്നത്. ആ അസൂയ തോന്നി ഷാഫിഈ ഇമാമിനോട്. എന്താണ് അസൂയ? എന്താ അയാൾ മാത്രം എല്ലാ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുന്നത്? എന്താ അയാൾ മാത്രം എന്റെ എല്ലാ സാന്ത്വന കേന്ദ്രത്തിനും തറക്കല്ലിടുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയില്ലേ, നമ്മുടെ ജില്ലയിൽ തന്നെയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയില്ലേ? എന്താ ഞങ്ങൾ ആരും വിളിക്കാത്തത്? അല്ലെങ്കിൽ എന്റെ എല്ലാ പള്ളി ഉദ്ഘാടനത്തിന് ആളെ തന്നെ വിളിക്കുന്നത്? അയാളെ പോലെ വയസ്സ് നമുക്കും ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ആ അസൂയ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആ അസൂയ ഷാഫിഈ ഇമാമിന്റെ കാലഘട്ടത്തുണ്ടായിരുന്നു. അന്ന് ജീവിച്ചിരിപ്പുള്ള വേറെ ഒരു പണ്ഡിതനാണ് അശ്ഹബ്. ആ അശ്ഹബ് എന്ന പണ്ഡിതൻ സുന്നത്ത് ജമാഅത്തിന് എതിരായ പണ്ഡിതനൊന്നുമല്ല, സുന്നി തന്നെ, വേറെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഷാഫിഈ ഇമാമിനോട് അസൂയ തോന്നി. ഷാഫിഈ ഇമാം ഇങ്ങനെ പോയാൽ പിന്നെ എവിടെ നോക്കിയാലും ഷാഫിഈ മദ്ഹബ് തന്നെ ആയിരിക്കും, പിന്നെ നമ്മളെ മദ്ഹബ് എവിടെയും കാണൂല. അതാണ് അസൂയ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? എല്ലാവരോടും അങ്ങ് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? ഷാഫിഈ ഇമാം ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണട്ടാ, ഷാഫിഈ ഇമാം ഒന്ന് മരിച്ചു കിട്ടണം, അതിന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഈ വിവരം ആരോ വന്ന് പറഞ്ഞു ഷാഫിഈ ഇമാമിനോട്, ഷാഫിഈ ഇമാമേ, നിങ്ങൾ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പലരും പലരോട് ഉപദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഷാഫിഈ ഇമാം അതിന് മറുപടി നൽകിയില്ല. ഷാഫിഈ ഇമാം സ്റ്റേജിൽ കയറിയിട്ട് മറുപടി നൽകിയില്ല.
കാരണം ഷാഫി ഇമാമിനിക്ക് അതിന് നേരമില്ല. ഇവിടെ മസ്അല വിതരണം ചെയ്യലാണ് ഷാഫി ഇമാമിന്റെ ദൗത്യം. മുസ്ലിമീങ്ങൾക്ക് ഫിഖ് പഠിപ്പിക്കാനാണ് ഷാഫി ഇമാമിന്റെ ദൗത്യം. അതിന് മറുപടി നൽകാൻ അവസരം കണ്ടില്ല. ഷാഫി ഇമാം ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ അമൂത വഇൻ മുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. ഞാൻ മരിക്കണമെന്ന് ആര് കൊതിച്ചാലും ആരാഗ്രഹിച്ചാലും മരണം എന്നത് എന്നെ മാത്രം പിടികൂടുന്ന ഒന്നല്ല. ഞാൻ മരിച്ചാൽ അതിന് ശേഷം ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ് അവരൊക്കെ എന്റെ പിന്നാലെയുണ്ടാകും കേട്ടോ. ഷാഫി ഇമാം അങ്ങ് വഫാത്തായിട്ട് 17 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. സർവരോടും ഷാഫി ഇമാം വഫാത്താകാൻ വേണ്ടി ദുആ ആവശ്യപ്പെട്ട ഈ പണ്ഡിതനങ്ങ് മരിച്ചുപോയി. അങ്ങനെ നമ്മ വല്ലാതെ പിടികൂടുന്ന ഒന്നാണ് അസൂയ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ചെറിയ ഉദാഹരണം കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയൂ. ഇല്ല ഉസ്താദ് ഉണ്ടാവും. അല്ലാഹു തആല നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ. ഇല്ല ഉസ്താദ് നമുക്കൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഈ ചെടേക്കല്ല് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ കറണ്ട് പോയി എന്ന് കരുതാം. നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് പോയി. തൊട്ടടുത്ത വീട്ടിലല്ല കറണ്ട് പോയത്, നിങ്ങളെ വീട്ടിൽ കറണ്ട് പോയി. ആ കറണ്ട് പോയപ്പോ ആദ്യമായി നിങ്ങൾ ചെയ്യുന്ന പണി എന്താ? ലൈൻമാനിക്ക് വിളിക്കൂല. ആദ്യം ചെയ്യുന്ന പണി അപ്പുറത്തെ കമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള വീട്ടിലേക്കൊന്ന് നോക്കും, എല്ലാം നോക്കും. ആ കറണ്ട് ഇല്ല, സലാമത്ത്, സമാധാനായി. അതേ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിട്ട് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല എന്നായുമ്പോ അതെന്താ അങ്ങനെ? നിങ്ങൾ നോക്ക്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലൊരു ദോണ്ടി എടുക്കും. ഇവിടെ എന്താ പറയാ? ദോണ്ടിന്നാ ഒരു നീളത്തിലോടി ദോണ്ടി എന്ന് പറയോ? അപ്പൊ എന്റെ ഭാഷയിലും അപ്പൊ നിങ്ങളുടെ ഭാഷ ഏകദേശം ഒരു യോജിപ്പുണ്ടെന്ന് മനസ്സിലായി. ഞാൻ യഥാർത്ഥത്തിൽ നക്കണിക്കാരനാണ്, ബ്യാരി ഭാഷക്കാരൻ. അപ്പോ ഈ ദോണ്ടി എടുത്തിട്ട് കൊക്കയെന്ന് പറയും. കൊക്കയെന്ന് പറയും അല്ലെ? ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. ഞാൻ ഇപ്പൊ അടുത്ത് എരുമാടിൽ അവിടെ പോയി പ്രസംഗത്തിന്. അപ്പൊ അവിടെ ഞാൻ ദോണ്ടി പറയുമ്പോൾ ഓർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക ദോണ്ടി എന്ന് പറയുമ്പോ. അപ്പോ ഞാൻ ചോദിച്ചു ഇവിടെ എന്താ പറയാ ഈ സാധനത്തിന്? അപ്പൊ പറഞ്ഞു കൊക്കയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കൊക്ക ആയിക്കോട്ടെ, കൊക്കോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സാധനം മനസ്സിലായില്ലേ? സാധനം മനസ്സിലായി. അപ്പൊ ഈ കറണ്ട് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ദോണ്ടി എടുക്കും. ദോണ്ടി എടുത്തിട്ട് ലൈൻമാൻക്ക് വിളിക്കുന്ന മുമ്പ് നമ്മൾ തന്നെ സ്വന്തം ലൈൻമാൻ ആവും. കാരണം നമ്മളൊന്നും മെല്ലെ ഇങ്ങനെ തൊട്ട് നോക്കട്ടെ എന്ന്, ശരിയായാലും പിന്നെ ആയാലും, അല്ലെങ്കിൽ പിന്നെ ലൈൻമാനെ വിളിക്കാം. അങ്ങനെ മെല്ലെ ഈ പോയ ലൈൻ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുന്ന സമയത്തും കറണ്ട് വന്നില്ല. പിന്നെ രണ്ടാമത്തെ നല്ല സ്ട്രോങ്ങിൽ ഒരു കുലുക്കം. അതെന്തിന്? ഒന്നിരിക്കലോ ഇവിടെ കറണ്ട് വരണം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കറണ്ട് പോകണം. രണ്ടാലൊരു നിയത്ത് എന്ന് പറയും ഉസ്താദുമാരുടെ ഭാഷയിൽ. രണ്ടാലൊരു നിയത്ത് കൊണ്ടൊന്ന് കുലുക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇതുപോലെ ഏത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് അസൂയാളുക്കൾ ഉണ്ടാകും. സുഹൃത്തുക്കളെ, ഇത് ഏത് മാസമാണ്? ശൈഖുന പറഞ്ഞില്ലേ, ഖുതുബുർ റബ്ബാനി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സുഹൃത്തുക്കളെ, സമയം 8:45. ഉസ്താദ് 9 മണിക്കാണ് പ്രസംഗം തുടങ്ങുന്നു പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് നേരം അങ്ങോട്ട് പോകാനുള്ള സമയം വേണ്ടി വരും. അപ്പൊ ഏതായാലും ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 1/4 മണിക്കൂർ മുമ്പ് ഞാൻ എന്റെ സംസാരം നിർത്തും. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, അവിടുന്ന് നിങ്ങൾ ആലോചിക്കണം, ആ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ അസൂയ കാണിച്ചു. അവിടുന്ന് വലിയ പാണ്ഡിത്യമല്ലേ ശൈഖ് ജീലാനിയുടെ പാണ്ഡിത്യം? ചില്ലറ പാണ്ഡിത്യമല്ല. ബഗ്ദാദിലുള്ള സർവ്വ ആലിമീങ്ങളെയും കവിച്ചു വെക്കുന്ന ഇൽമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. എങ്ങനെയാണ് ത്വലാഖ് ചൊല്ലിയത്? ഭാര്യയോട് പോയി പറഞ്ഞു, പെണ്ണെ, ഞാൻ നിന്റെ 3 ത്വലാഖും ചൊല്ലി. എപ്പോ? ബന്ധിപ്പിച്ചിട്ടാണ് ത്വലാഖ് ചൊല്ലുന്നത്. എപ്പോ ത്വലാഖ് ചൊല്ലി? ലോകത്ത് ഒരാളും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇബാദത്ത് ആ നേരത്ത് വേറെ ആരും ചെയ്യാൻ പാടില്ല. ആ നേരത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്ന് കണ്ടാൽ നീ ത്വലാഖ് ലഭിച്ചവളാണ്. പക്ഷേ ചില ആളുകൾ 3 ത്വലാഖ് ചൊല്ലും. ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നെ വെള്ളം ഇറ്റിക്കും. എനിക്ക് ഓളെന്നെ വേണോ സാധേ, ഓളെന്നെ വേണോന്ന്. അതിന് ധാരാളം മസാലുണ്ട്. ഞാൻ ഇപ്പോഴും അതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് പറയാനുള്ള സമയമല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാ പണ്ഡിതന്മാരോടും ഈ ചെറുപ്പക്കാരൻ പോയി വെള്ളം ഇറ്റിച്ചിട്ട് മസാല ചോദിച്ചു. ഉസ്താദേ എനിക്ക് ഓൾ തന്നെ വേണം, പക്ഷെ ഞാൻ ഓളെ ഇങ്ങനെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. എങ്ങനെ? ലോകത്ത്
ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് വേറെ ആരും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇബാദത്ത് ഞാൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്റെ ഭാര്യ എന്നിൽ നിന്ന് ത്വാലിഖാണ്, ത്വലാഖ് ലഭിച്ചവളാണ്. ഇപ്പൊ ഈ ത്വലാഖ് ഒഴിവാവണമെങ്കിൽ എന്ത് വേണം? ഫിഖഹിന്റെ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്താണോ ബന്ധിപ്പിച്ചത് അത് പറയണം, അത് ചെയ്യണം. അപ്പൊ ലോകത്ത് ആരും ചെയ്യാത്ത ഇബാദത്ത്, ലോകത്ത് ആരും ചെയ്യാത്ത ഇബാദത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല, അത് വേറൊരു കാര്യം പറഞ്ഞാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ ഉസ്താദ് എന്ത് ഇയാളോട് മാത്രം ഒരു സ്വകാര്യം പറഞ്ഞു ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയും ഇൻഷാ അല്ലാഹ് 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ലോകത്ത് ആരും ചെയ്യാത്തൊരു ഇബാദത്ത് ഞാൻ ചെയ്യണം. സർവ്വ ആലിമീങ്ങളോട് പോയി ചോദിച്ചു, പക്ഷെ ഒരാൾക്കും മറുപടി പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ സർവ്വ ആലിമീങ്ങൾ, ശൈഖ് ജീലാനിയെ കുറ്റം പറഞ്ഞ ആലിമീങ്ങൾ വരെ അവസാനം ശൈഖ് ജീലാനിയിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണല്ലോ സുബ്ഹാനല്ലാഹ്. ചില ആളുകള് ശൈഖുനാ ഉസ്താദ് അവരുകൾ നല്ലോണം തെറി പറയും. പക്ഷെ പറഞ്ഞാലും അവരെ ഒരു കാര്യം നടക്കണമെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയി അവസാനം നടക്കുന്നില്ലെങ്കിൽ പിന്നെ നേരെ മർക്കസിക്ക് പോവും. എത്ര അനുഭവങ്ങളുണ്ട്. ഞാൻ അതൊന്നും എക്സാമ്പിൾ പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അതിലേക്ക് കടക്കുന്നില്ല. അത്തരക്കാരി നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അന്നത്തെ സുന്നത്തു ജമാഅത്തിൽ പെട്ട പണ്ഡിതന്മാർ തന്നെ ശൈഖ് ജീലാനിയോട് എതിർപ്പുള്ളവർ തന്നെ പറഞ്ഞയച്ചു, ഇവിടെ ജീലാനി ശൈഖ് എന്ന മഹാനുണ്ട്, ആ മഹാന്റെ അടുത്തൊന്ന് നിങ്ങൾ അങ്ങ് പോയി ഈ കാര്യം പറയണോ. ഇയാള് ശൈഖ് ജീലാനിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ കേസ് ഇങ്ങനത്തെ കേസാണ്, എനിക്കിപ്പോ ഇതിൽ നിന്ന് ഒഴിവാണ്, എന്ത് ചെയ്യണം? ശൈഖ് ജീലാനി ഒരൊറ്റ നേരം പോലും ചിന്തിച്ചില്ല. ചിന്തിക്കാതെ ഒരൊറ്റ മറുപടി, എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. ലോകത്ത് ഏത് ഇബാദത്ത് എടുത്താലും ആ ഇബാദത്ത് മറ്റൊരു നാട്ടിൽ വേറൊരുത്തൻ ചെയ്യൂല, ചെയ്തുകൊണ്ടിരിക്കൂല എന്ന് പറയാൻ പറ്റോ? ഇല്ലല്ലോ. ഇപ്പൊ ചെടേക്കല്ല് വെച്ച് ഒരാൾ നോമ്പ് നോക്കുന്നു, എന്നാൽ എന്റെ കളസയിൽ വേറെ ഒരാൾ നോമ്പ് നോക്കൂല എന്ന് പറയാൻ പറ്റോ? ചെടേക്കല്ല് വെച്ച് ഒരാൾ ഖുർആൻ ഓതുന്നു, എന്റെ നാട്ടിൽ അതാ ഖുർആൻ ഓതിക്കൊണ്ടില്ല എന്ന് പറയാൻ പറ്റോ? അല്ലെങ്കിൽ ചെടേക്കല്ല് വെച്ച് ഒരുത്തൻ നിസ്കരിക്കുന്നു, ഞാൻ ദർസ് നടത്തുന്ന മൂടുബിദ്രയിൽ വേറെ ഒരാൾ നിസ്കരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ശൈഖ് ജീലാനി ഒറ്റ മറുപടി, മോനെ നിനക്കതേ ഭാര്യം തന്നെ വേണോ? ത്വലാഖ് ഒഴിവായി കിട്ടണോ? നേരെ പോകണം, മക്കയിലേക്ക് പോകണം. ആ മക്കയിൽ പോയ കഅബയുടെ ചാരത്ത് പോകണം. ആ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയണം, സ്വൽപ്പമൊന്ന് മാറി തരുമോ? ഞാനിവിടെ ഒറ്റക്കെങ്ങാലും തവാഫ് ചെയ്തില്ല എന്ന് കണ്ടാൽ എന്റെ ഭാര്യക്ക് എന്നിൽ നിന്ന് ത്വലാഖ് സംഭവിച്ചു പോയി, അതുകൊണ്ട് സ്വൽപ്പമൊന്ന് മാറി തരുമോ? അങ്ങനെ നീ അങ്ങ് പറയുമ്പോ തവാഫ് ചെയ്യുന്ന ജനങ്ങൾ മുഴുവനും അവിടുന്ന് അങ്ങ് മാറി നിന്നാൽ പിന്നെ നിനക്ക് ഒറ്റക്കങ്ങ് തവാഫ് ചെയ്യാമല്ലോ. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഒരു നാട്ടിലും തവാഫ് ചെയ്യൂലല്ലോ. കാരണം തവാഫ് ചെയ്യേണ്ടത് കഅബയാണ്. ആ ഒറിജിനാലിറ്റിയുള്ള കഅബ, അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ കൂലി കിട്ടുന്ന കഅബ. ഇപ്പൊ ചില ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് കഅബ ഉണ്ടാകും. അതെന്തിനാണ്? ഹജ്ജ് ക്ലാസ്സിന് ഉപയോഗിക്കുമ്പോ, നിങ്ങളെ കാസർഗോഡിലോ എവിടെയെങ്കിലും ഹജ്ജ് ക്ലാസ് ഉണ്ടാകുമ്പോ സ്റ്റേജിൽ ചിലപ്പോൾ ഒരു കഅബയെ കാണാം. അത് കണ്ട ഉടനെ സുബ്ഹാന ഞാനൊരു തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും തവാഫ് ചെയ്താൽ കൂലി കിട്ടൂല, കാരണം ഒറിജിനൽ അല്ല. പിന്നെ അതെന്തിനാ വെച്ചത്? അത് എല്ലാവർക്കും പ്രായോഗികമായ വിധത്തിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് പഠിപ്പിച്ചു തരാനാണ്. അപ്പൊ കാണുമ്പോ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുമല്ലോ എന്ന വിധത്തിനാണ്. അവിടെ വന്ന് തവാഫ് ചെയ്താൽ കൂലി കിട്ടൂല. ഇതുപോലെ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എല്ലാവരെയും അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ സഹകരിച്ചു. അതിനും വേണം സഹകരണം. ഒരു ചെറുപ്പക്കാരൻ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് ത്വലാഖ് ഒഴിവായി കിട്ടണമെങ്കിൽ അവിടെയും സഹകരണം വേണം. അവരങ്ങ് സഹകരിച്ചു മാറി നിന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ തവാഫ് ചെയ്തു, ത്വലാഖ് രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, വിഷമമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്നടുത്തേക്ക് വരുമോ? നമുക്കൊരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹ് സാധുക്കളായ നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ ഈമാൻ കെട്ടി മരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് എന്ത് ചെയ്യണം? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നമുക്ക് തന്ന സൗകര്യത്തെ പറഞ്ഞു തീർക്കാൻ കഴിയോ?
ഇല്ല. അതേ സമയത്ത് പലപ്പോഴും അല്ലാഹു തആല നമുക്ക് തന്ന ബറക്കത്തിനെ അല്ലാഹു ഉയർത്തിക്കളയും. അതിന് കാരണമാരാണ്? കാരണം അല്ലാഹുവിന്റെ അടിമകളായ ഞങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നായ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഒരു ജീവിയാണ് ആട്. ഈ നായയും ആടും ഒരുപോലെയാണോ? അല്ല, അല്ല. എന്തേ കാരണം? നായ തീരെ ബറക്കത്തില്ലാത്ത ജീവിയാണ്. ആടാണെങ്കിലോ നേരെ തിരിച്ച് നല്ലോണം ബറക്കത്തുള്ള ജീവിയാണ് ആട്. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് നോക്കൂ, ഒരു നായ പ്രസവിക്കപ്പെടുന്ന സമയത്ത് എത്രയുണ്ടാകും? ചുരുങ്ങിയത് 1/2 ഡസനെങ്കിലും ഉണ്ടാകും. 1 or 2 അല്ല, നായയെ പ്രസവിക്കപ്പെടുന്നത് ചുരുങ്ങിയത് 1/2 ഡസൻ ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ ചെടേക്കല്ല് പ്രസംഗിക്കുമ്പോ 1/2 ഡസൻ പോകട്ടെ, ഒരു 3 നായ പോലും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. നായയെ കാണൽ തന്നെ വളരെ വിരളമാണ്. കാരണം അത് തീരെ ബറക്കത്തില്ലാത്ത ജീവിയാണ്. നായക്ക് ഔലിയാക്കളുടെ സ്വഭാവമുണ്ട് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഔലിയാക്കളുടെ സ്വഭാവം? നായക്ക് കിബറില്ല. ഔലിയാക്കൾ അങ്ങനെയല്ല. ഔലിയാക്കൾ അങ്ങനെയല്ലേ? അവർക്ക് തീരെ കിബറില്ല. അതുപോലെ നായക്കും കിബറില്ല. കാരണം എന്താണ്? നായക്ക് നല്ല എയർ കണ്ടീഷൻ റൂം വെച്ച് കൊടുത്താൽ നായ അവിടെ കിടന്നുറങ്ങും. അതേ സമയത്ത് നായനെ അവിടെ നിന്ന് ആട്ടിച്ചിട്ട് അപ്പുറത്തെ വെണ്ണൂറ് കാണിച്ചു കൊടുത്താലോ ആ വെണ്ണൂരിൽ പോയിട്ടും നായ കിടന്നുറങ്ങും. ഇല്ല, എനിക്ക് AC റൂം തന്നെ വേണമെന്ന് നായ വാശി പിടിക്കൂല. കാരണം നായ തീരെ അഹങ്കാരമില്ലാത്ത ജീവിയാണ് കേട്ടോ. സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. അത് വെള്ളം കോരാൻ വേണ്ടിയല്ല. ഇനിയിപ്പോൾ ആ ബക്കറ്റും പിടിച്ചിട്ട് നേരെ കിണറ്റിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം കോരാമെന്ന് നോക്കണ്ട. നല്ല സംഖ്യ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് മുഴുവൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നായക്ക് ഔലിയാക്കളുടെ സ്വഭാവമുണ്ടെന്ന് പറയുന്നത്. അതേ സമയത്ത് നായക്ക് തീരെ ബറക്കത്തില്ല. 1/2 ഡസൻ ഒരൊറ്റ തവണ പോലും 1/2 ഡസൻ പ്രസവിക്കപ്പെടുന്ന നായ, ആ നായയെ എവിടെയും കാണുന്നില്ല. ഇനി കണ്ടാൽ തന്നെ മുനിസിപ്പാലിറ്റി കൊല്ലാൻ വേണ്ടി ഉത്തരവിടും. അതിന് പ്രസവിക്കാനായി ഒരു ഫെസ്റ്റിവൽ തന്നെ നടത്തും, പ്രത്യേക സമയം തന്നെ നടത്തും. എന്നിട്ട് പോലും നായയെ കാണൽ കുറവാണ്. കാരണം നായക്ക് ബറക്കത്തില്ല. എന്തേ ചെറുപ്പക്കാരെ ബറക്കത്തില്ലാഞ്ഞ് പോയത്? നായക്ക് തീരെ പവറില്ലാന്ന് മനസ്സിലാക്കണ്ട. ആ നായകളെ കൂട്ടത്തിൽ മറ്റുള്ള നായ പോലെയാണെങ്കിലും ഒരു അസാധാരണ നായയുണ്ട്. ആ നായയുടെ പേരാണ് ഖിത്മീർ. ആ ഖിത്മീർ എന്ന നായ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം എന്തേ? അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ അസ്ഹാബുൽ കഹ്ഫിനിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അവരെ കൊല്ലാനായി ഭരണാധികാരി ഉത്തരവിട്ടപ്പോ അവരതാ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി രക്ഷപ്പെടാൻ നോക്കിയപ്പോ ആ അസ്ഹാബുൽ കഹ്ഫ് എന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് സംരക്ഷണം നൽകിയത് നായയാണ് കേട്ടോ. അവരെ കൂടെ നായ നിന്നതുകൊണ്ട് ആ ഖിത്മീർ എന്ന നായ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, നോമ്പ് നോൽക്കുന്ന ഞങ്ങള് നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുമ്പോ ആ ഉസ്താദിന്റെ പിന്നിൽ സപ്പോർട്ടായി നിലനിന്നാൽ പിന്നെ നമുക്ക് സ്വർഗം കിട്ടാതിരിക്കുമോ? ഞാൻ പറഞ്ഞു വന്നത്, ആ നായക്ക് തീരെ ബറക്കത്തില്ല. നായകളെ കൂട്ടത്തിൽ പവറുള്ള നായയുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് എന്തേ ബറക്കത്തില്ലാത്ത കാരണം? അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, നായക്കൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം മുസ്ലിമിനുണ്ടായിക്കൂടാ. എന്താണ് നായക്കുള്ള സ്വഭാവം എന്നല്ലേ? നായ രാത്രി, സുബ്ഹാനല്ലാഹ്, രാത്രി വൈകിട്ടാണ് നായ കിടക്കുന്നത്. രാവിലെയോ വൈകിട്ടാണ് നായ ഉണർന്നത്. സുബ്ഹാന ജല്ല ജലാലു, രാവിലെ വേഗം എണിക്കുന്ന സ്വഭാവം നായക്കില്ല. അതുകൊണ്ടാണ് സുബ്ഹിക്ക് സുബ്ഹിന്റെ നേരത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടാകുമ്പോ ആ നേരത്ത് അതാ ഇബാദത്തിന് തയ്യാറാകാതെ മുസ്ലിമേ കിടന്നുറങ്ങിക്കൂടാ. കാരണം ആ നേരത്ത് നായ കിടന്നുറങ്ങുന്നത് കൊണ്ട് നായക്ക് തീരെ ബറക്കത്തില്ലാതെ പോയല്ലോ. അതേ സമയത്ത് അല്ലാഹുവിന്റെ ജീവികളിൽ നിന്ന് വേറെയൊരു ജീവിയാണല്ലോ ആട്. ആ ആട് വലിയ ബറക്കത്തുള്ള ജീവിയാണ്. എന്തേ കാരണോ?
കാരണം ആട് കൂടുതലൊന്നും പ്രസവിക്കപ്പെടൂല. ഒരു നേരത്ത് തന്നെ 1 or 2 ആണ് ആട് പ്രസവിക്കപ്പെടുന്നത്. എന്നാലും എത്ര ആടുകളാണ് ഈ കേരളത്തിലും കർണാടകയിലും മുസ്ലിമീങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആടിനൊരു കുറവുമുണ്ടോ? ഇല്ല. എന്തേ കാരണോ? ആട് വലിയ ബറക്കത്തുള്ള ജീവിയാണ് കേട്ടോ. ആ ആടിന് ബറക്കത്തുണ്ടാകാനുള്ള കാരണം എന്താണ്? അതാ എപ്പ കിടന്നുറങ്ങിയാലും സുബ്ഹി ബാങ്കിന്റെ നേരമാകുമ്പോ ആടങ്ങ് എണീറ്റു, ആട്ടിന്റെ ചെവിയങ്ങ് കൊടയുന്നു. ആടിന്റെ ഭാഷയിൽ ആട് അള്ളാഹ്ക്ക് വേണ്ടി സുബ്ഹിന്റെ നേരത്ത് എണീറ്റ് തസ്ബീഹ് ചൊല്ലുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ആട് സുബ്ഹിന്റെ നേരത്ത് എണീക്കുന്ന ജീവിയായതുകൊണ്ട് ആടിന് വല്ലാത്ത ബറക്കത്താണ് കേട്ടോ. വാല് കേൾക്കുന്ന ഗൾഫ് നാടുകളിൽ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നു, അള്ളാഹ് നമുക്ക് പരീക്ഷണം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനെ പേടിക്കാത്ത സാഹചര്യം വരുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, 2 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഗോതമ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാ മനുഷ്യന്റെ ഭക്ഷണ സാധനമാണ്. ആ ഗോതമ്പിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇന്ന് നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈനിലെ സക്കാത്തിന്റെ ബാബോധി കൊടുക്കുമ്പോ അതാ ഗോതമ്പിൽ സക്കാത്ത് നിർബന്ധമാണ്. ഞാനിപ്പോ മസലയൊന്നും പറയുന്നതല്ല. ആ സമയത്ത് ഞാൻ അതാ ഇആനത്തു താലിബീൻ നോക്കിയപ്പോ അതിൽ ഗോതമ്പിന്റെ മഹത്വം പറഞ്ഞത് കാണാം. എന്താണ് ഗോതമ്പിന്റെ മഹത്വം? ആ ഗോതമ്പ് അല്ലാഹു ഇറക്കിയത് എവിടുന്നാണ്? അൻസലല്ലാഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഇറക്കിയതാണ് ഗോതമ്പ്. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഗോതമ്പ് ഇറക്കിയപ്പോ ഇന്നത്തെ ഗോതമ്പ് വലിയ മുട്ട പോലല്ലേ? അല്ലേ? ഗോതമ്പ് വലിയ സാധനല്ലേ? ഇല്ലേ? അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗോതമ്പ് വലിയ മുട്ട പോലത്തെ ഒരു വലിയ സാധനല്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങളാണ് പറയുന്നത്, എന്നെ കുഞ്ഞാപ്പാക്കാറെന്ന് എനിക്കറിയില്ല. ചെറിയൊരു സാധനമാണ് ഗോതമ്പ്. ആ ഗോതമ്പിന് അല്ലാഹു തആല സ്വർഗ്ഗത്തുനിന്ന് ഇറക്കിയപ്പോ ഇആനത്തു താലിബീനിൽ സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഗോതമ്പിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന്. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞപ്പോ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഈ ഗോതമ്പ് എന്നതിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കുമ്പോ അതിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? കോഴിയുടെ മുട്ടയുടെ വലിപ്പമല്ല, അതിനേക്കാളും വലിയ മുട്ടയുടെ വലിപ്പമാണ്. സ്വർഗത്ത് അല്ലാഹു തആല ഇറക്കുമ്പോ അത്ര വലിപ്പമുണ്ടായിരുന്നു ഗോതമ്പിന്. അതിന്റെ മണമാണെങ്കിലോ കസ്തൂരിയെക്കാളും നല്ലതാണ്. അത്യബു മിനൽ മിസ്കി. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് ഗോതമ്പിനെ മണത്ത് നോക്കാൻ പറ്റൂല. വെള്ളത്തിലിട്ട ഗോതമ്പിനെ മണത്ത് നോക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഫിഖിന്റെ കിതാബിൽ മസല പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതേ സമയത്ത് സ്വർഗത്തുനിന്ന് ഗോതമ്പിനെ ഇറക്കുമ്പോ കസ്തൂരിയേക്കാളും നല്ല മണമുണ്ടായിരുന്നു. ആ ഗോതമ്പിനെ അല്ലാഹു തആല ഇറക്കിയപ്പോ നല്ല കോഴിയുടെ മുട്ടയെക്കാളും വലിയ മുട്ടയുടെ രൂപത്തിലാണ്, കസ്തൂരിയേക്കാളും നല്ല മണമുള്ള രൂപത്തിലാണ്. അതേ സമയത്ത് ഫിർഔനിന്റെ കാലം വന്നപ്പോ ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാം ആകുന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവിന് ആരോപണം പറയാൻ തുടങ്ങിയപ്പോ, അക്രമം പറയാൻ തുടങ്ങിയപ്പോ ആ ഗോതമ്പിന്റെ വലിപ്പത്തെ അള്ളൊന്ന് ചുരുക്കിക്കളഞ്ഞു. അതാണ് ആലിമീങ്ങൾക്കെതിരെ ആരോപണം വരുമ്പോ അവർക്കെതിരെ സാധാരണക്കാര് കുതിര കയറുന്ന കാലം വരുമ്പോ ദുനിയാവിലുള്ള ബറക്കത്ത് അല്ലാഹു ഉയർത്തിക്കളയും എന്നതിനാണ് ഞാൻ പറയുന്നത്. അല്ലാഹ് അതിനെയൊന്ന് ചെറുതാക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കോഴിന്റെ മുട്ട പോലെ ചെറുതാക്കി. നേരത്തെ അതിനേക്കാളും വലിയ മുട്ട പോലെയായിരുന്നു, ഇപ്പൊ കോഴിന്റെ മുട്ട പോലെ ചെറുതാക്കി. കോഴിന്റെ മുട്ട മറ്റുള്ള മുട്ടകളെ പോലെ അല്ലാതെ ചെറുതാണല്ലോ. ഗോതമ്പിനേക്കാളും വലുതാണെങ്കിൽ മറ്റുള്ള മുട്ടകളെ നോക്കുമ്പോ ചെറുതാണല്ലോ. ആ കോഴിയുടെ മുട്ട പോലെ ചെറുതാക്കി. അവസാനം എന്ത് ചെയ്തു? പിന്നീട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നപ്പോ
യഹ്യാ നബിയാകുന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനെ ശത്രുക്കൾ കൊന്നുകളഞ്ഞില്ലയോ? നബിയാണ്, അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ഞാനിപ്പോ ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊണ്ടു. ചെറുപ്പക്കാരോട് പറയട്ടെ, ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ആരോ വധഭീഷണിപ്പെടുത്തിയിട്ട് അതാ ഫോൺ വിളിച്ചു എന്നത് യഥാർത്ഥത്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പത്തെ സംഭവമാണ്. ഇപ്പൊ CD റിവൈൻഡ് ചെയ്ത് ഇടുകയാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ആരും പിന്നോട്ട് പോകരുത്, ആരും അത് മെസ്സേജ് ഷെയർ ചെയ്യരുത്, പ്രചരിപ്പിക്കരുത്. നല്ലതിന് വാട്സപ്പ് ഉപയോഗപ്പെടുത്തുക, തിന്മയ്ക്ക് ഉപയോഗപ്പെടുത്തരുതേ ജനങ്ങളെ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ അന്നത്തെ ശത്രുക്കൾ കൊന്നുകളഞ്ഞപ്പോ അതാ കോഴിന്റെ മുട്ടയുടെ വലിപ്പമുള്ള ഗോതമ്പിന് അല്ലാഹു ഒന്നും കൂടി ചുരുക്കിയിട്ടങ്ങ് കളഞ്ഞു. നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ അപ്പൊ ഇന്ന് ഗോതമ്പ് തീരെ കിട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ? കാരണം എത്ര ആരോപണങ്ങളാണ്. ബറക്കത്ത് ഉയർന്നു പോകേണ്ടതല്ലേ? ശരിയാണ്. പക്ഷേ നാവിന് ബറക്കത്തുള്ള പണ്ഡിതന്മാര് ദുആ ചെയ്താൽ ബറക്കത്ത് കിട്ടിപ്പോകും കേട്ടോ. പ്രവാസി സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സാധിക്കുന്നവരാണ്. സാലറി കുറഞ്ഞതുകൊണ്ട് സ്ഥാപനത്തിന് അയക്കുന്ന സംഖ്യ കുറക്കണ്ട. കാരണം തങ്ങന്മാരും ആലിമീങ്ങളും നിങ്ങൾക്ക് ദ്വാർക്കുമ്പോ ഇപ്പൊ ചുരുങ്ങിപ്പോയത് മാസങ്ങൾക്ക് മുമ്പായി അല്ലാഹ് അതിനെ വലുതാക്കും കേട്ടോ. അപ്പൊ ഗോതമ്പ് പറ്റ ഇല്ലാതായിക്കോണു. ഇന്ന് ഗോതമ്പ് ഇഷ്ടം പോലെ കിട്ടൂലേ? അതെന്തേ കാരണം? ഇയാനത്തു ത്വാലിബീനിൽ തന്നെ മഹാനവരുകൾ പറഞ്ഞത് കാണാം. പിന്നീട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം അവിടെ പണ്ഡിതന്മാർ ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ ലാ തുസഗ്ഗിറാ. ഇനി ഇതിനേക്കാളും അപ്പുറം നീ ചെറുതാക്കണ്ട റഹ്മാനേ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണല്ലോ ഇന്നും ഗോതമ്പ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ബറക്കത്ത് ഉയർന്നു പോകാൻ കാരണം നാമാണ്, ബറക്കത്ത് കിട്ടാനുള്ള കാരണം നാമാണ്. അതുകൊണ്ട് ബറക്കത്ത് കിട്ടാനുള്ള വഴികൾ അത് സ്വീകരിച്ച് ആ വഴിയാണ് തങ്ങന്മാരെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നത്, ആലിമീങ്ങളെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നീ ഖബൂലാക്കണേ റഹ്മാനേ. ശൈഖുനാ ഉസ്താദ് അവരുകൾ ഇവിടെ വന്നു, ധാരാളം സദാത്തുക്കളും ആലിമീങ്ങളും ഇവിടെ വന്നു, ധാരാളം ആലിമീങ്ങൾ ഇപ്പോഴും സ്റ്റേജിലുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, സാധുക്കളായ ശ്രോതാക്കളും മുഅ്മിനീങ്ങൾ സദസ്സിലുണ്ട്, ഉമ്മ പെങ്ങന്മാരുണ്ട്. പടച്ച റബ്ബേ, നമുക്കെന്താണ് വേണ്ടത്? ചോദിക്കുന്ന ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്, ശരിയാണ്. നമ്മളെ നാവ് ഹറാമ് സംസാരിക്കുന്ന നാവാണ്, നമ്മുടെ കൈ ഹറാമ് പ്രവർത്തിക്കുന്ന കൈയാണ്. അതേ സമയത്ത് ഒരുപാട് സാന്ത്വന കേന്ദ്രങ്ങൾക്ക് തറക്കല്ലിടാൻ ഉപയോഗിച്ച ശൈഖുനാ ഉസ്താദിന്റെ കൈയിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് പള്ളികൾ നാട് വ്യത്യാസമില്ലാതെ, രാജ്യങ്ങൾ വ്യത്യാസമില്ലാതെ, രാഷ്ട്ര വ്യത്യാസമില്ലാതെ, ജില്ല വ്യത്യാസമില്ലാതെ ഒരുപാട് പള്ളികൾ തുറന്നു കൊടുത്ത ശൈഖുനാ ഉസ്താദിന്റെ അനുഗ്രഹീതമായ ആ കയ്യിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ വന്ന സർവ്വ സദാത്യങ്ങളെ ബറക്കത്ത് കൊണ്ട്, ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഈ സംസാരം കേൾക്കുന്നവരിൽ പ്രായമുള്ള ഉപ്പമാരുടെ ബറക്കത്ത് കൊണ്ട്, പ്രായമുള്ള ഉമ്മമാരെ ബറക്കത്ത് കൊണ്ട്, പടച്ച റബ്ബേ, നമുക്കെന്ത് വേണം? നമുക്കറിയില്ല, നിനക്കാണ് അറിയുന്നത്. ഖൈറിന്റെ കവാടങ്ങളെ മുഴുവനും നീ തുറന്നു തരണേ റഹ്മാനേ. ഈ സദസ്സിലുള്ള നമ്മിൽപ്പെട്ട ആരിലെങ്കിലും വല്ല രോഗമുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ആരുടെ പേരിലാണോ സാന്ത്വന മന്ദിരം നിർമ്മിക്കാൻ പോകുന്നത്, താജുൽ ഉലമ, ആ താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കൾ ആലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട്, പടച്ച റബ്ബേ, സർവ്വ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ റഹ്മാനേ.
ഈ റബീഉൽ ആഖിർ മാസം ഒരുപാട് മഹാന്മാരായ സദാത്തുക്കൾ അലിമീങ്ങൾ വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നീ ദറജ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ നീ ദറജ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മർഹൂം ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച സർവ്വ സദാത്തുക്കൾ ആലിമീങ്ങളും അവരെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.